Good afternoon. Good afternoon. Share the screen. Okay, link. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയായിരുന്നു ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് റിക്രൂട്ട്മെന്റ് അതെല്ലാം നോക്കിക്കൊണ്ടിരുന്നേ. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഒരു റിക്രൂട്ട്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന? എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്, ഇന്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെ. ഇതിലെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നമ്മൾ എല്ലാ പോയിന്റ്സും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇന്റേണൽ ഫാക്ടേഴ്സ് ആണ്. ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? The factors that can be regulated by organization itself are called internal factors. Like, അതായത് ഒരു ഓർഗനൈസേഷന് തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഘടകങ്ങളാണ് ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇത് ഓർഗനൈസേഷന് തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഘടകങ്ങൾ. അങ്ങനെ തന്നെ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം കേട്ടോ. The factors that can be regulated by the organization itself are called dash. പിന്നെ എഴുതും ഇന്റേണൽ ഫാക്ടേഴ്സ്. ഇനി അതിനകത്ത് പലതരത്തിലുള്ള ഇന്റേണൽ ഫാക്ടേഴ്സ് ആണ് ഏതിനെ? റിക്രൂട്ട്മെന്റ് പ്രോഗ്രാമിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പലതരത്തിലുള്ള ഇന്റേണൽ ഫാക്ടേഴ്സ്. ഇവിടെ നമുക്ക് എക്സാമിന് ചോദിക്കാം, ഇന്റേണൽ ഫാക്ടേഴ്സിൽ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിനെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഇന്റേണൽ ഫാക്ടേഴ്സിൽ ഉൾപ്പെടുന്നത് ഏത്, ഉൾപ്പെടാത്തത് ഏത്? ഏതൊക്കെയായിരുന്നു ഇന്റേണൽ ഫാക്ടേഴ്സിൽ വരുന്നത്? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ്, recruitment policy, size of firm, then cost. അല്ലെ, അതിനകത്ത് ഫസ്റ്റത്തെ ആണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഹ്യൂമൻ റിസോഴ്സ് അല്ലെ, മാൻ പവർ പ്ലാൻ ചെയ്യണം, എത്രത്തോളം എംപ്ലോയീസ് വേണം അല്ലെ, അതല്ലേ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇതാ ഹൗ മെനി എംപ്ലോയീസ് ആർ ടു ബി റിക്രൂട്ടഡ്, കണ്ടോ, എത്ര എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യണം. ആൻഡ് റിക്വയർഡ് ക്വാളിഫിക്കേഷൻ ഹാസ് ബീൻ ഡിറ്റർമിൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ എഫക്റ്റീവ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന്റെ സഹായത്തോടു കൂടിയാണ് നമുക്ക് ആ ജോബില് ആവശ്യമായിട്ടുള്ള റിക്വയർഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യണം. എത്ര എംപ്ലോയീസ് വേണം എന്നുള്ളതെല്ലാം എന്തിന്റെ സഹായത്തോടു കൂടി ചെയ്യുന്നേ? ഒരു ഫലപ്രദമായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിലൂടെയാണ് ചെയ്യുന്നത്. ഇത്രയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? ഫസ്റ്റ് പോയിന്റ് വരെ പറഞ്ഞില്ലായിരുന്നോ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്? ഓക്കെ, ഗോകുലിവിടെ തപ്പിട്ടിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് റിക്രൂട്ട്മെന്റ് പോളിസി. അപ്പോ നമ്മുടെ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാമിനെ, ഒരു സ്ഥാപനത്തിന്റെ നിയമനം ആണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് നമ്മൾ പറയുന്നത്. ഏതാണ് അടുത്തൊരു ഫാക്ടർ എന്ന് പറയുന്നത്? റിക്രൂട്ട്മെന്റ് പോളിസി റിക്രൂട്ട്മെന്റ് പ്രോഗ്രാമിനെ സ്വാധീനിക്കും. നോക്കിയേ, ദ എയിം ഓഫ് റിക്രൂട്ട്മെന്റ് ആർ സ്റ്റേറ്റഡ് ഇൻ ദ റിക്രൂട്ട്മെന്റ് പോളിസി ഓഫ് ദ ഓർഗനൈസേഷൻ. ദ എയിം ഓഫ് റിക്രൂട്ട്മെന്റ്, റിക്രൂട്ട്മെന്റിന്റെ എയിം എന്ന് പറയുന്നത് അല്ലെ ഏതിൽ പറഞ്ഞിരിക്കുന്നതാണ്? അതായത് എന്തനുസരിച്ചായിരിക്കണം നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്? ഒരു റിക്രൂട്ട്മെന്റ് പോളിസി വേണം അല്ലെ. നമുക്ക് തോന്നിയ രീതിയിൽ നടത്താൻ പറ്റില്ല അല്ലെ. എങ്ങനെയായിരിക്കണം? ഒരു ഓർഗനൈസേഷന്റെ അല്ലെ, ഒരു നമുക്ക് എന്താ പറയാ, അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റിന്റെ ലക്ഷ്യങ്ങള് ഓർഗനൈസേഷന്റെ റിക്രൂട്ട്മെന്റ് പോളിസിയിൽ പറയണം. അല്ലെ റിക്രൂട്ട്മെന്റ് പോളിസിനെ അനുസരിച്ചായിരിക്കണം അവിടെ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് അല്ലെ. റിക്രൂട്ട്മെന്റിന്റെ ലക്ഷ്യങ്ങള് ഏതിൽ പറയണം? റിക്രൂട്ട്മെന്റ് ലക്ഷ്യങ്ങൾ ഏതിൽ പറയണം? ഓർഗനൈസേഷന്റെ റിക്രൂട്ട്മെന്റ് പോളിസിയിൽ പ്രസ്താവിച്ചിരിക്കണം. It also give an outline for the execution of the recruitment program. എന്താണ് ഇത്? നമ്മള് it also gives an outline. Outline എന്ന് പറഞ്ഞ എന്താ? ഒരു രൂപരേഖ. എന്തിന്? For the execution of a recruitment program. ഒരു റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ നിർവഹിക്കുക അല്ലെ, നടപ്പിലാക്കുക. അതിനുള്ള ഒരു രൂപരേഖ ഈ റിക്രൂട്ട്മെന്റ് പോളിസിയിൽ പറയുന്നു. അതായത് റിക്രൂട്ട്മെന്റ് നയങ്ങളില്ലേ ആ ഒരു സ്ഥാപനത്തിന്, ഇപ്പൊ ഇന്ന രീതിയിലൊക്കെ ആയിരിക്കണം റിക്രൂട്ട്മെന്റ് നയങ്ങൾ, അതായത് റിക്രൂട്ട്മെന്റ് നടത്തുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ അവിടെ ആ ഓർഗനൈസേഷന്റെ റിക്രൂട്ട്മെന്റ് പോളിസി ഉണ്ട്, അതിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ നമ്മുടെ തോന്നിയ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതാണ്. അപ്പൊ അത് എന്തിനെ കുറിച്ചുള്ള ഒരു ഔട്ട്ലൈനാ കൊടുക്കുന്നത്? റിക്രൂട്ട്മെന്റ് പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഒരു ഔട്ട്ലൈൻ നമുക്ക് റിക്രൂട്ട്മെന്റ് പോളിസിയിലൂടെ നമുക്ക് കിട്ടും. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ കേട്ടോ.
Recruitment policy gives an outline for the execution of a recruitment program. Underline ചെയ്തു വെച്ചേ. ഒരു റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം നടപ്പിലാക്കുന്നതിനുള്ള ഒരു രൂപരേഖ നമുക്ക് ആ റിക്രൂട്ട്മെന്റ് പോളിസിയിലൂടെ ലഭിക്കുന്നു. ക്ലിയർ ആയോ? അടുത്ത ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ഫാക്ടറിൽ വരുന്നതാണ് സൈസ്, വലിപ്പം. സൈസ് ഓഫ് ദ ഫേം, അതായത് ആ ഓർഗനൈസേഷന്റെ വലിപ്പം റിക്രൂട്ട്മെന്റിനെ സ്വാധീനിക്കും. ഇന്റേണൽ ഫാക്ടേഴ്സിൽ വരുന്നതാണോ ഓർഗനൈസേഷന്റെ വലിപ്പം. സൈസ് ഓഫ് ദ ഫേം. Another vital factor for affect the process of recruitment is the size of the organization. അടുത്തൊരു ഫാക്ടർ ഏതാ? റിക്രൂട്ട്മെന്റിനെ സ്വാധീനിക്കുന്ന മറ്റൊരു വൈറ്റൽ സുപ്രധാനമായിട്ടുള്ള ഫാക്ടർ ആണ്. റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്ന, റിക്രൂട്ട്മെന്റ് പ്രോസസ്സിനെ സ്വാധീനിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ് ഓർഗനൈസേഷന്റെ വലിപ്പം എന്ന് പറയുന്നത്, സൈസ്. If the organization intends to broaden its operation and grow its business, ഒരു ഓർഗനൈസേഷൻ അവിടുത്തെ പ്രവർത്തനങ്ങൾ ബ്രോഡൻ എന്ന് വെച്ചാൽ എന്താ? വിശാലമാക്കുക അല്ലെ, അതായത് കുറച്ചുകൂടി കൂട്ടാനായിട്ട് ഉദ്ദേശിക്കുന്നുവെങ്കിൽ, if the organization intends to broaden its operation, അതായത് ഒരു സ്ഥാപനം അതിന്റെ അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ വലുതാക്കാൻ അല്ലെങ്കിൽ കുറച്ചുകൂടി അത് എക്സ്പാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ എന്ത് വേണം? അല്ലെങ്കിൽ ബിസിനസ് വളർത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ തുടങ്ങിയപ്പോ ഒരു ചെറിയ രീതിയിലായിരുന്നു തുടങ്ങിയത്, നമ്മൾ കുറച്ചും കൂടി കഴിഞ്ഞപ്പോ അത് കുറച്ചും കൂടി വൈഡ് ആവാൻ അല്ലെ, വിശാലമാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇറ്റ് വിൽ പ്ലാൻ ഫോർ ഹിയറിംഗ് മോർ എംപ്ലോയീസ്. കൂടുതൽ എംപ്ലോയീസ് വേണ്ട, അവിടെ കൂടുതൽ എംപ്ലോയീസിനെ നിയമിക്കണ്ടേ? ഇപ്പൊ നമ്മളൊരു സ്ഥാപനം തുടങ്ങി, അപ്പൊ ആകെ 10 എംപ്ലോയീസ് അവിടെ തുടങ്ങിയത്. അപ്പൊ ആ ഒരു ഓർഗനൈസേഷൻ കുറച്ചും കൂടി പുരോഗതി ഉണ്ടായി, അല്ലെങ്കിൽ അവിടെ നമുക്ക് എന്താ കുറച്ചും കൂടി അതൊന്ന് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളത്, കുറച്ചും കൂടി ലാഭത്തിലേക്ക് വന്നപ്പോ കമ്പനി ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം എന്ന് വിചാരിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് വേണം അവിടെ? ഇപ്പൊ വലുതാക്കി കുറച്ച് ബിൽഡിംഗ് കൂടി പണിതു, അങ്ങനെ കുറെ കാര്യങ്ങൾ വന്നപ്പോ ആ 10 എംപ്ലോയീസിനെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമോ? അടുത്ത കാര്യങ്ങള് ചെയ്യാൻ പറ്റുമോ? ആ 10 പേരെ കൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെ. ഗോകുല് മാത്രമാണോ നമ്മുടെ ക്ലാസ്സില് അനക്കെ പറയണ്ടേ? ഇല്ല അല്ലെ. അതാണ് ശരത്ത് അതേപോലെ വന്നിട്ടുണ്ട്, തമ്മിടുണ്ട്. ഓക്കെ, 1-2 പേര് തമ്മിട്ടാലാണ് നിങ്ങൾ അത് എവിടെ ഉണ്ടോന്ന് ഞാൻ അറിയണ്ടേ. ഓക്കെ, അപ്പൊ എന്താ? അതായത് ഒരു ഓർഗനൈസേഷൻ അതിന്റെ അവിടുത്തെ പ്രവർത്തനങ്ങള് അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം വളരാൻ ഉദ്ദേശിക്കുന്ന, ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്ത് വേണം? അവിടെ കൂടുതൽ എംപ്ലോയീസിനെ ഹിയർ ചെയ്യണം, നിയമിക്കണം. എന്തിനു വേണ്ടി? ടു ക്യാരി ഔട്ട് ഇറ്റ്സ് ഫങ്ഷൻസ് അല്ലെ. അവിടുത്തെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ എംപ്ലോയീസിനെ ആസൂത്രണം ചെയ്യണം. അപ്പൊ റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യൂലേ? വലിയൊരു ഓർഗനൈസേഷൻ ആണെങ്കിൽ കുറെ എംപ്ലോയീസ് വേണ്ടേ? ചെറുതാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് എംപ്ലോയീസ് മതി. അതാണ് ആ പറഞ്ഞേക്കുന്നത്. സൈസ് ഓഫ് ദ ഫേം എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യും, സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഓർഗനൈസേഷൻ വലിപ്പം. ഓർഗനൈസേഷൻ വലുതാവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വലുതാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എംപ്ലോയീസിനെ എന്ത് ചെയ്യണം? അവിടെ നിയമിക്കേണ്ടതുണ്ട്. അവിടുത്തെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ചെയ്യണമെന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്, അവിടെ ഹിയർ ചെയ്യേണ്ടത് ആവശ്യമാണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ, ആ ലാസ്റ്റ് സെന്റൻസ്. ഇനി അടുത്തതാണ് കോസ്റ്റ്. പിന്നെ ഒരു കാര്യമാണ് ചെലവ്. ഇതിനൊക്കെ നമുക്ക് പൈസ വേണ്ടേ അല്ലെ? ഒരു റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൈസ മുടക്കാതെ പറ്റുമോ? ഭയങ്കര എന്താ പറയാ, കോസ്റ്റ്ലി ആണ്, ചെലവുകൾ വരും അല്ലേ? അതിന്റെ ഓരോ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ, റിക്രൂട്ട്മെന്റ് എക്സ്പെൻസ് ആർ ബോൺ ബൈ ദ എംപ്ലോയർ. ആരാണ് റിക്രൂട്ട്മെന്റ് എക്സ്പെൻസ്, ചെലവുകൾ നിർവഹിക്കുന്നത് ആരാണ്? വഹിക്കുക എന്നാണ് കേട്ടോ. ബൈ എംപ്ലോയർ ആണ്. ഒരു തൊഴിലുടമയാണ് റിക്രൂട്ട്മെന്റിന്റെ എക്സ്പെൻസ് വഹിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം അല്ലെ, അവിടുത്തെ എംപ്ലോയർ ആണ് ആ ഒരു എക്സ്പെൻസ് നിർവഹിക്കുന്നത്. Therefore, organization tries to make use of that the source of recruitment which gives more output in less cost. അല്ലേ? അപ്പൊ എങ്ങനെ വേണം? ഇപ്പൊ നമ്മൾ കൂടുതൽ പൈസ ചെലവാക്കാൻ ഇതാണോ ആ ഒരു സ്ഥാപനം അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസ ചെലവാക്കാനായിട്ടുള്ള ഇത് ഇല്ല അല്ലെ?
അപ്പൊ അവരെന്താ ചെയ്യുന്നത്? കുറഞ്ഞ ചെലവ് കുറച്ചിട്ട് എന്ത് ചെയ്യുന്നു? കൂടുതൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്ന റിക്രൂട്ട്മെന്റ് സോഴ്സ് ഉപയോഗിക്കാനായിട്ട് ഓർഗനൈസേഷൻസ് ശ്രമിക്കുന്നു. അതെല്ലാവരും അങ്ങനെയല്ലേ? ചെലവ് കുറച്ചിട്ട് കൂടുതൽ ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലുള്ള ആ റിക്രൂട്ട്മെന്റ് സോഴ്സ് ഉപയോഗിക്കാനായിട്ട് ഓർഗനൈസേഷൻ ശ്രമിക്കുന്നു. അതിൽ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. Recruitment expense are borne by the employer. Employer ആണ് ഒരു റിക്രൂട്ട്മെന്റിന് വേണ്ടി വരുന്ന എക്സ്പെൻസുകൾ വഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ സ്ഥാപനം ഓർഗനൈസേഷൻ എന്താ ചെയ്യുന്നത്? അവിടെ നമ്മൾ കോസ്റ്റ് കുറയ്ക്കും. കണ്ടോ, ലെസ് കോസ്റ്റ് എന്നാ പറഞ്ഞേക്കണേ. കോസ്റ്റ് കുറച്ചുകൊണ്ട് കൂടുതൽ ഔട്ട്പുട്ട് കിട്ടുന്ന റിക്രൂട്ട്മെന്റ് സോഴ്സുകൾ ഉപയോഗിക്കാൻ ഓർഗനൈസേഷൻ ശ്രമിക്കും. ക്ലിയർ ആയോ? അത് 4 ഇന്റേണൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാന്ന് മനസ്സിലായോ? ഒന്നാമത്തെ എന്താ? റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഏതാണ്? ഹ്യൂമൻ റിസോഴ്സ് നമ്മൾ നോക്കണം. പിന്നെ റിക്രൂട്ട്മെന്റ് പോളിസി, റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം നമ്മൾ നടത്തുമ്പോൾ അവിടുത്തെ റിക്രൂട്ട്മെന്റ് പോളിസി വേണം, അതനുസരിച്ചായിരിക്കണം. പിന്നെ ഓർഗനൈസേഷന്റെ വലിപ്പം, അടുത്തത് കോസ്റ്റ്. ക്ലിയർ ആയോ 4 കാര്യങ്ങളും? ഇന്റേണൽ ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതാണ്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിക്കും. ഇന്റേണൽ ഫാക്ടേഴ്സ് ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുന്നത്. പിന്നെ റിക്രൂട്ട്മെന്റ് എക്സ്പെൻസ് ആരാണ് അവിടെ നിർവഹിക്കുന്നത്? അപ്പൊ ആ ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു? അവര് ചെലവ് കുറച്ചിട്ട് കൂടുതൽ ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലുള്ള റിക്രൂട്ട്മെന്റ് ആ സോഴ്സ് ഉപയോഗിക്കാനായിട്ട് അവർ ശ്രമിക്കും. ഓക്കെ, ഇനി അടുത്തതാണ് പ്രോസസ് ഓഫ് റിക്രൂട്ട്മെന്റ്. റിക്രൂട്ട്മെന്റ് പ്രോസസ് ഏതൊക്കെയാണ്? നമ്മളിത് അവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, പിക്ചറായി ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് കുറച്ചും കൂടി നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുത്തേക്കണേ. അതിനകത്ത് ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്, അതിൽ 6 സ്റ്റെപ്പുകളായിട്ടാണ് നമുക്ക് പറയുന്നത് കേട്ടോ. റിക്രൂട്ട്മെന്റ് പ്രോസസ്. റിക്രൂട്ട്മെന്റ് പ്രോസസ് ഇൻവോൾവ്സ് ഡിഫറെന്റ് ആക്ടിവിറ്റീസ്. അവിടെ ഒരു കാര്യമല്ല, റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നടത്തുന്ന ഒരു കാര്യമല്ല. അതിന് പല സ്റ്റെപ്പുകളുണ്ട്. ഒറ്റയടിക്ക് വന്നു ആളെ നിയമിക്കുകയല്ല ചെയ്യുന്നത്. റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ പല ആക്ടിവിറ്റീസ് ഉൾപ്പെടുന്നുണ്ട്. ഫ്രോം വിച്ച് ദ കോമ്പീറ്റന്റ് പൊട്ടൻഷ്യൽ candidates are searched as specified by human resource planning, job specification, recruitment procedure is shown by. ഇവിടെ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞല്ലേ, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് നമ്മുടെ മാൻ പവർ നമ്മൾ പ്ലാൻ ചെയ്യണം അല്ലെ. എത്ര എംപ്ലോയീസ് വേണം, എത്ര ഒഴിവ്, ആ റിക്വയർമെന്റ് അനുസരിച്ച് എത്ര എംപ്ലോയീസ് വേണം, അത് പ്ലാൻ ചെയ്യണം. ജോബ് സ്പെസിഫിക്കേഷൻ, ജോലിയുടെ നിർദ്ദേശങ്ങള്, അതാണ് ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കേട്ടോ. ഇറ്റ്സ് എ ഡോക്യുമെന്റ് ലിസ്റ്റ് that shows the qualification, skills and experience needed to perform a particular job. അതാണ് ജോബ് സ്പെസിഫിക്കേഷൻ, ജോലിയുടെ നിർദ്ദേശങ്ങള് കേട്ടോ. അത് കാണിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ്, ഒരു ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്. കണ്ടോ, ഇറ്റ്സ് എ ഡോക്യുമെന്റ്, ഒരു ഡോക്യുമെന്റ് ആണ്. അതിൽ എന്താ ഉള്ളേ? അതിന്റെ ജോലിക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ, അതിന് വേണ്ട കഴിവുകള്, എക്സ്പീരിയൻസ്, ഇതൊക്കെ ആ ജോലി നിർവഹിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്. ഒരു ഡോക്യുമെന്റിന്റെ ലിസ്റ്റ് ആണ് ജോബ് സ്പെസിഫിക്കേഷൻ. ഇത്രേ ഉള്ളൂ ജോലിയുടെ നിർദ്ദേശങ്ങള്. അത് റിക്രൂട്ട്മെന്റ് പ്രൊസീജിയർ ഇതെല്ലാം എന്നിവയില് വ്യക്തമാക്കിയിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ്സ് അല്ലെ, നമുക്കൊരു നല്ല കഴിവുള്ള കാൻഡിഡേറ്റ്സിനെ തിരിയുന്നതിനായിട്ട് നമുക്ക് വിവിധ പ്രവർത്തനങ്ങള്, അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രോസസ് ആണ് ഈ കൊടുത്തേക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? നല്ല പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ്സിനെ കണ്ടുപിടിക്കാൻ, സെർച്ച് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പൊ അതിനകത്ത് നിങ്ങൾ ഇത്രയും നോക്കി വെക്കുക. പ്രോസസ് ഓഫ് റിക്രൂട്ട്മെന്റ്സ് അതിനകത്ത് നമ്മൾ 6 സ്റ്റെപ്സുകളായിട്ടാണ് പറയുന്നത് കേട്ടോ. ഏതൊക്കെയാണ് നോക്കി, അതിന്റെ പേരുകളൊന്നും നോക്കി വെക്കുക കേട്ടോ. അത് ആ ഓർഡർ അനുസരിച്ച് തന്നെ പഠിച്ചു വെക്കുക. ആദ്യം എന്താണ്? റിക്രൂട്ട്മെന്റ് പ്ലാനിങ്. പ്രോസസ് ഓഫ് റിക്രൂട്ട്മെന്റിൽ ഏതൊക്കെയാണ്? റിക്രൂട്ട്മെന്റ് പ്ലാനിങ്. പിന്നെ രണ്ടാമത്തെ എന്താ? ഐഡന്റിഫൈ റിക്രൂട്ട്മെന്റ് സോഴ്സ്. ഇനി റിക്രൂട്ട്മെന്റ് സോഴ്സ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യും. ഓരോരോ ഡീറ്റെയിൽ പഠിക്കാണ്ട് കേട്ടോ.
പിന്നെ എന്താണ് കോണ്ടാക്ടിങ് സോഴ്സസ്, കോണ്ടാക്ട് ചെയ്യും ആ സോഴ്സുകള്. ആപ്ലിക്കേഷൻ പൂള്, പൂൾ എന്ന് പറഞ്ഞ ഗ്രൂപ്പ്, ഒരു കൂട്ടാണ് കേട്ടോ, ആപ്ലിക്കേഷൻസിന്റെ കൂട്ടം. സെലക്ഷൻ പ്രോസസ്സ്, സെലക്ഷൻ പ്രോസസ്സ്. ഇനി ഈ പറഞ്ഞ 5 സ്റ്റെപ്പുകള്, അതിൽ ഓരോന്നിലും എന്ത് നമ്മൾ നടത്തും? ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ ഉണ്ട്. എല്ലാത്തിനും ഇവാലുവേഷൻ നടത്തും. അതാണ് അതെല്ലാം കൂടി കോമൺ ആയിട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇപ്പൊ റിക്രൂട്ട്മെന്റ് പ്ലാനിങ് കഴിഞ്ഞ് ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ ഉണ്ട്. ഐഡന്റിഫൈങ് റിക്രൂട്ട്മെന്റ് സോഴ്സസ്, അത് കഴിഞ്ഞിട്ട് ഇവാലുവേഷൻ നടത്തും. ഓരോ സ്റ്റെപ്പിലും ഓരോ ഇതിലും നമ്മൾ ഇവാലുവേഷൻ നടത്തുന്നുണ്ട്. അതാണ് കോമൺ ആയിട്ട് കൊടുത്തേക്കുന്നത്. അതാണ് 6ാമത്തെ സ്റ്റെപ്പായിട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ, ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ. അങ്ങനെ ആറെണ്ണാണ് പറഞ്ഞേക്കുന്നത് പ്രോസസ് ഓഫ് റിക്രൂട്ട്മെന്റിൽ വരുന്നത്. അത് ഏതൊക്കെയാണെന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ, ഒന്ന് ടിക്കറ്റ് വെച്ച്. അത് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് റിക്രൂട്ട്മെന്റ് പ്ലാനിംഗ് ഉണ്ട്, ഐഡന്റിഫൈ റിക്രൂട്ട്മെന്റ് സോഴ്സസ് ഉണ്ട്, കോണ്ടാക്ടിങ് സോഴ്സസ് ഉണ്ട്, ആപ്ലിക്കേഷൻ പൂൾ ഉണ്ട്, സെലക്ഷൻ പ്രോസസ് ഉണ്ട്. 6ാമത്തെ ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ. പേരുകൾ മാത്രം ഒന്ന് നോക്കി വെക്കുക കേട്ടോ, ഇത് നമുക്ക് ഡീറ്റെയിൽ പഠിക്കാം. ഫസ്റ്റത്തെയാണ് റിക്രൂട്ട്മെന്റ് പ്ലാനിങ്. എന്താണ് ഒരു റിക്രൂട്ട്മെന്റ് പ്ലാനിംഗ് എന്ന് പറഞ്ഞത്? ഈ റിക്രൂട്ട്മെന്റ് പ്ലാനിംഗ് ഈസ് ദ ഇനീഷ്യൽ സ്റ്റെപ്പ്. ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യത്തെ സ്റ്റെപ്പാണ്. അത് അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട് എക്സാമിന് കേട്ടോ. ഏതാണ് ഇനിഷ്യൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ദ ഇനിഷ്യൽ സ്റ്റെപ്പ് ഓഫ് ദ റിക്രൂട്ട്മെന്റ് പ്രോസസ്. ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഏതാണ്? റിക്രൂട്ട്മെന്റ് പ്ലാനിങ്. ബാക്കി ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. റിക്രൂട്ട്മെന്റ് പ്ലാനിംഗ് ഉണ്ടാവും, ആപ്ലിക്കേഷൻ പൂള്, സെലക്ഷൻ പ്രോസസ്, കോണ്ടാക്ടിങ് സോഴ്സസ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ടാവും. പക്ഷെ നമുക്ക് കറക്റ്റ് അറിയാം ഏതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. എന്താ? പ്ലാൻ ചെയ്യാണ്. നമ്മൾ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്താ പ്ലാൻ ചെയ്യും, അല്ലേ? നമ്മൾ പ്ലാൻ ചെയ്യാറില്ലേ? ഇന്ന് വൈകുന്നേരം നമുക്ക് ഒരു സിനിമയ്ക്ക് പോകാം. നമ്മൾ നേരത്തെ അത് പ്ലാൻ ചെയ്തു. ഫോണേക്കായി മുന്നേ നമ്മൾ അത് ആദ്യം പ്ലാൻ ചെയ്യല്ലേ ആദ്യത്തെ സ്റ്റെപ്പ്. അത് ഓർത്ത് വെച്ചാൽ മതി. ഏതാണ് ഇനിഷ്യൽ സ്റ്റെപ്പ്? ഏതാണ്? ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ അത് പ്രോസസ് ഓഫ് റിക്രൂട്ട്മെന്റ് അതിലെ ആദ്യത്തെ സ്റ്റെപ്പ്, ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റെപ്പാണ് റിക്രൂട്ട്മെന്റ് പ്ലാനിങ്. റിക്രൂട്ട്മെന്റ് പ്ലാനിങ്. ഓക്കെ, റിക്രൂട്ട്മെന്റ് പ്ലാനിങ് അണ്ടർലൈൻ ചെയ്തോട്ടെ ആ സെന്റൻസ്. അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റ് പ്ലാനിങ്. ഇനി നോക്കിയാൽ ഇറ്റ് ഇൻവോൾവ്സ് ഡിറ്റർമിനിങ് ദ ഫോളോയിങ്. പ്ലാനിങ് തന്നെ 2 സബായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ വരുന്നതാണെങ്കിൽ എന്താണ് റിക്രൂട്ട്മെന്റ് പ്ലാനിങ്ങിൽ വരുന്നത്? ഫസ്റ്റ് നോക്കിയേ, 2 സ്റ്റെപ്സ് ആ പറയുന്നത്. നമ്പർ ഓഫ് കോണ്ടാക്ട് ഉണ്ട്, ടൈപ്പ് ഓഫ് കോണ്ടാക്ട് ഉണ്ട്. നമ്പർ എണ്ണമാണ്. അതായത് ഇവിടെ നമ്പർ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻസിന്റെ എണ്ണം. അവിടെ നോട്ട് ചെയ്ത് വെച്ചോ, ആപ്ലിക്കേഷൻസിന്റെ എണ്ണമാണ് നമ്പർ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റി ഓഫ് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ അങ്ങനെ എഴുതിയാലും മതി. ക്വാണ്ടിറ്റി ആണ്, ആ ക്വാണ്ടിറ്റി അളവാണ്. എത്രത്തോളം ഇൻഡിവിജ്വൽ നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് വേണം, അല്ലെങ്കിൽ മാൻ പവർ എത്രത്തോളം, അതാണ് ആപ്ലിക്കേഷൻസിന്റെ എണ്ണം. അല്ലെങ്കിൽ നമ്മളെന്താ ക്വാണ്ടിറ്റി, അളവാണ് എത്രത്തോളം എന്നുള്ളത്, ഇൻഡിവിജ്വലിന്റെ ക്വാണ്ടിറ്റി. അതാണ് നമ്പർ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഓർഗനൈസേഷൻ ഓൾവേസ് വാണ്ട് ടു ക്യാപ്ചർ മോർ ദാൻ ദ റിക്വയർഡ് കാൻഡിഡേറ്റ്സ് ആസ് ദേ വാണ്ട് ടു മേക്ക് ദ ബെസ്റ്റ് ചോയ്സ് ഔട്ട് ഓഫ് എ ലാർജർ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ്. ശരിയാണോ? നോക്കിയേ, നിങ്ങളും പല ഇന്റർവ്യൂസിനൊക്കെ പോയിട്ടുണ്ടാകും അല്ലേ? അപ്പൊ എന്താ ഒരു സ്ഥാപനം എന്താ ചെയ്യുന്നത്? അവർക്ക് ഇപ്പൊ 10 വേക്കൻസി ഉള്ളൂ. അവര് 10 ആപ്ലിക്കേഷൻസ് മാത്രമാണോ അവര് നോക്കുന്നേ? അവരെപ്പോഴും എന്താ ചെയ്യുന്നത്? ഒരു ലാർജ് അല്ലെ, നമുക്കൊരു ലാർജ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിനെ സൃഷ്ടിക്കും. അതായത് ഇപ്പൊ ഒരു 1000 കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 10 പേരെയല്ലേ സെലക്ട് ചെയ്യുന്നത്, അല്ലെ? കൂടുതൽ കാൻഡിഡേറ്റ്സിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുക, അതായിരിക്കും കൂടുതൽ ബെസ്റ്റ് എന്ന് പറഞ്ഞത്. ഇപ്പൊ 10 കാൻഡിഡേറ്റ്സ് ഉള്ളു, 10 പേരെ സെലക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ 10 പേര് ഓക്കെ ആവണമെന്നില്ല, അല്ലെ? നമ്മുടെ റിക്വയർമെന്റ്സിന് ആ ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ആ ജോബിന്റെ പൊസിഷൻ നിർവഹിക്കാനായിട്ട് ക്വാളിഫിക്കേഷൻ ഉണ്ടാവണമെന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? ഇപ്പൊ ഒരു 1000 പേര്, അതാണ് ചോദ്യത്തെ ഇത് പറയുന്നത്. ഓർഗനൈസേഷൻ എന്താ ആവശ്യം എന്ന് പറയുന്നത്? ടു ക്യാപ്ചർ മോർ ദാൻ റിക്വയർഡ് കാൻഡിഡേറ്റ്സ്. ആ ആവശ്യത്തിലുള്ള കാൻഡിഡേറ്റ്സിനേക്കാൾ കൂടുതൽ കാൻഡിഡേറ്റ്സിനെയാണ് ആവശ്യം. ശരിയല്ലേ? അല്ലെ? നമുക്കിപ്പോ 5 വേക്കൻസി ഉള്ളൂ. ഓർഗനൈസേഷൻ ഒരു 1000 കാൻഡിഡേറ്റ്സിന് ചിലപ്പോ അല്ലെങ്കിൽ ഒരു 100 കാൻഡിഡേറ്റ്സിനെ ആയിരിക്കും ആവശ്യം. എന്നാലാണ് അതിൽ നിന്ന് ബെസ്റ്റ് തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ.
as they want to make the best choice of larger number of candidates. ആ വലിയ നമ്പർ ലാർജർ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിന് നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളവരെ സെലക്ട് ചെയ്യാൻ ഓർഗനൈസേഷൻ എന്താണ് അവര് ആവശ്യപ്പെടുന്ന എന്താ കൂടുതൽ കാൻഡിഡേറ്റ്സിനെ സൃഷ്ടിക്കാനാണ്. ഇറ്റ് ഓൾസോ done ഇതെങ്ങനെയാണെന്ന് ചെയ്യുന്നത് because many candidates are not willing to join the organization and few of them may not be fulfilling the selection criteria. കണ്ടോ ഇതെന്തിനാ അങ്ങനെ കുറെ കാൻഡിഡേറ്റ്സിനെ സൃഷ്ടിക്കണം എന്ന് പറയുന്നത്? എന്താ ചിലപ്പോ നോക്കിയേ ഇറ്റ് ഈസ് ഓൾസോ ഡൺ. ഇതെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? many candidates are not willing to join the organization. കുറെ കാൻഡിഡേറ്റ്സ് ചിലപ്പോ ആ ഓർഗനൈസേഷൻ ആ ഒരു സ്ഥാപനത്തിന് ജോലി ചെയ്യാൻ വില്ലിങ് ആയിരിക്കില്ല. ഇപ്പൊ നമ്മളൊരു ഇന്റർവ്യൂവിന് അല്ലെങ്കിൽ നമ്മൾ പോയെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ചിലപ്പോ എന്താ നമ്മൾ അവിടെ വില്ലിങ് ആയിരിക്കില്ല അല്ലെ? പല കാരണങ്ങൾ. ചിലപ്പോ നമുക്ക് ആ ഒരു സ്ഥാപനം ഇഷ്ടപ്പെടാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ അവിടുത്തെ ജോലി നമുക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ട്രാവലിങ്ങിന്റെ അല്ലെങ്കിൽ സാലറിന്റെ കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് അവര് തയ്യാറാവുന്നില്ല അല്ലെ? തയ്യാറാവും അവര്? ഇല്ല. അതാണ്. അപ്പൊ കുറെ പേരുണ്ടെങ്കിലല്ല അതിൽ നിന്ന് നമുക്ക് പറ്റുന്ന ആളുകള് അല്ലെങ്കിൽ അത് നമുക്ക് ആ ഒരു ജോബ് റിക്വയർമെന്റ്സിന് ആവശ്യമുള്ളവരെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഓൾസോ ഡൺ ബിക്കോസ് മെനി കാൻഡിഡേറ്റ്സ് ആർ നോട്ട് വില്ലിംഗ് ടു ജോയിൻ ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനില് ജോയിൻ ചെയ്യാൻ തയ്യാറാവുന്നില്ല. ആൻഡ് ഫ്യൂ ഓഫ് ദം എന്നാൽ കുറച്ചു പേരോ മേ നോട്ട് ബി ഫുൾഫില്ലിംഗ് ദ സെലക്ഷൻ ക്രൈറ്റീരിയ. ചിലപ്പോ കുറച്ചു പേര് ആ സെലക്ഷൻ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യാത്തവരുണ്ടാവും. അപ്പൊ അവരെടുക്കാൻ പറ്റുമോ? അല്ലേ? ഇപ്പൊ നമ്മൾ എന്താ പറയാ, ഇതിന് ഒരു 5 വർഷത്തെ എക്സ്പീരിയൻസ് ആവണം. ഈ ജോലിക്ക് ഒരു 5 വർഷത്തെ ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഉണ്ട്. ചിലപ്പോ അവരോട് പറയാണ് 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പോ എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ അല്ലെ ആ സെലക്ഷൻ ക്രൈറ്റീരിയ പാലിക്കാത്തവരെ ഫുൾഫില്ല് ചെയ്യാത്തവരെ നമുക്ക് എടുക്കാൻ പറ്റൂലല്ലോ അല്ലെ? അപ്പൊ അങ്ങനെയും അവരവിടെ എന്താ പറയാ ആ ഒരു പൊസിഷനിലേക്ക് അവരെ നമുക്ക് കിട്ടൂല. അപ്പൊ അതുകൊണ്ട് എന്താണ് കുറെ ഇപ്പൊ 1000 പേരുണ്ടെങ്കിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് സെലക്ട് ചെയ്യാം. അതിൽ നിന്ന് നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ളവരെ നോക്കി സെലക്ട് ചെയ്യാൻ പറ്റും. സോ whenever the recruitment program is sort of അപ്പൊ നമ്മൾ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാമിനെ കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ എന്താ the organization has to think about the quantity of applicants. കണ്ടോ ആപ്ലിക്കേഷന്റെ എണ്ണം ക്വാണ്ടിറ്റി it should get in so as to fill all its vacancy and suitable candidates. കണ്ടോ അത് വേണം. അതായത് ഓർഗനൈസേഷൻ എന്താ നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് അല്ലേ ആ വേക്കൻസി ആ ജോബ് വേക്കൻസി ഫില്ല് ചെയ്യാന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആ കാൻഡിഡേറ്റ്സ് അത്രയും ക്വാണ്ടിറ്റി ഓഫ് ആപ്ലിക്കൻസ് അത് നമുക്ക് അതാണ് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ആ ആപ്ലിക്കേഷൻസിന്റെ എണ്ണം പറയുന്നത്. അപ്പൊ അതായത് കുറെ കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് അതിൽ നിന്ന് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സിനെ ആ ജോബ് വേക്കൻസി ഫില്ല് ചെയ്യാൻ നമുക്ക് നിയമിക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആയത് നമ്പർ ഓഫ് കോണ്ടാക്ട് എന്നുള്ളത് ഒക്കെ ആണോ? ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കണം കേട്ടോ ഇതിന്. അപ്പൊ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പാണ് റിക്രൂട്ട്മെന്റ് പ്ലാനിങ്, അത് അണ്ടർലൈൻ ചെയ്തു. പിന്നെ അടുത്തത് ഇതിനകത്ത് വരുന്നത് നമുക്ക് അപ്പൊ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ആ ഒരു ഇത് വരികയെന്നുള്ളത്. ചിലപ്പോ ആളുകൾ ആ ജോബ് വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് അവര് വില്ലിങ് ആവുന്നില്ല, അല്ലെങ്കിൽ സെലക്ഷൻ ക്രൈറ്റീരിയ പാലിക്കാത്തത് കൊണ്ടും നമുക്ക് കുറെ കാൻഡിഡേറ്റ്സിന് നമുക്ക് അവിടെ നിന്ന് മാറ്റേണ്ടി വരും അല്ലേ? ആ സെലക്ഷൻ അതിനകത്ത് നിന്ന് നമുക്കത് മാറ്റേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ഓർഗനൈസേഷൻ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാമിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴേക്കും എന്താണ് അവർക്ക് ആ ക്വാണ്ടിറ്റി ഓഫ് ആപ്ലിക്കൻസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത് കേട്ടോ. എന്തിനു വേണ്ടിയാണ്? നല്ല ആ സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ കറക്റ്റ് ജോബ് പൊസിഷനിലേക്ക് കേട്ടോ അതിന് കറക്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തതാണ് ടൈപ്പ് ഓഫ് കോണ്ടാക്ട്. Type of contact. It pertain എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധപ്പെട്ടിരിക്കുക. Related, pertain. It pertains to the individual who should be informed about the job vacancy.
according to the job description and the job specification. ഈ ടൈപ്പ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? അതായത് ഇവിടെ പറഞ്ഞേക്കുന്നത് നമുക്ക് ഈ ജോബ് വേക്കൻസി ഇല്ലേ, ആ ജോബ് വേക്കൻസി അറിയിക്കുന്നവരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. കണ്ടോ? അതായത് എന്താ പറയാ, ജോബ് വേക്കൻസിയെ കുറിച്ച് അറിയിക്കേണ്ട വ്യക്തിയുമായി ബന്ധപ്പെട്ടതാണ് ടൈപ്പ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഒരു വേക്കൻസിയുടെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ജോബിന്റെ ഡിസ്ക്രിപ്ഷൻ, എന്ത് ജോലിയാണ് അല്ലെങ്കിൽ ഏതാണെന്നുള്ള ആ ഡിസ്ക്രിപ്ഷനും ജോബിന്റെ നിർദ്ദേശങ്ങൾ, ജോലിയുടെ വിവരങ്ങളും ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് വെച്ചാൽ നിർദ്ദേശങ്ങൾ. ഈ ആ ജോലിയിൽ ഇന്ന ഇന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഇന്ന പോലെ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങള് നമ്മൾ അറിയിക്കണം. വേണ്ടേ? എന്നാലേ നമുക്ക് ആ ജോലി പറ്റുമോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ അല്ലേ? സെലക്ട് ചെയ്യുമ്പോൾ നമ്മള് എന്താ പറയാ, ഇങ്ങനെയുള്ള കാര്യങ്ങള് എക്സാമ്പിൾ ആണോ? എക്സാമ്പിൾ ഗോകുലെ, ഇപ്പൊ ഞാനൊരു എന്താ പറയാ ഏതെങ്കിലും ഒരു ജോലിയിലേക്ക് നമ്മളൊരു റിക്രൂട്ട്മെന്റ് നടത്തുവാണെങ്കിൽ ആ റിക്രൂട്ട്മെന്റ് നടത്തുന്ന അല്ലെങ്കിൽ അവിടെയുള്ള ആളുകള് ആ ഇതിനകത്തുള്ളവര് നമ്മളിപ്പോ ആ സ്ഥാപനമാണെങ്കിലും പറയണം അല്ലേ, എന്താണ് ഇന്ന ജോലിയാണ് അല്ലേ, അതിന് ഇന്ന ക്വാളിഫിക്കേഷൻ വേണം, ഇത്ര വർഷം എക്സ്പീരിയൻസ് വേണം, അങ്ങനെയുള്ളത് കറക്റ്റ് ആയിട്ട് പറയണം. ഉണ്ടോ? എന്തെല്ലാം ജോലിയില് നമ്മള് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ജോലിയുടെ വിവരണങ്ങള് അല്ലെ, ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ ജോലിയുമായി ബന്ധപ്പെട്ട അതിന്റെ ഒരു വിവരണം, ജോലി എന്താണെന്നൊക്കെ ഡിസ്ക്രൈബ് ചെയ്യണം. ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് വെച്ചാൽ നിർദ്ദേശങ്ങളാണ്, ജോലിയുടെ നിർദ്ദേശങ്ങള്. കണ്ടോ? ഇതെല്ലാം നമ്മൾ അറിയണം. എന്നാലല്ലേ നമുക്ക് നമുക്ക് പറ്റണതാണോ അല്ലെങ്കിൽ അല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. ജോലി എന്താന്ന് പറയാതെ നമ്മൾ അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കാൻഡിഡേറ്റ്സിന് ഇൻഫോം ചെയ്യാതെ നമുക്ക് നിയമിക്കാൻ പറ്റും അവരെ. അല്ലെങ്കിൽ നമ്മൾ അവിടെ നിയമിച്ചു എന്ന് വിചാരിക്കുക, അതിലേക്ക് നമ്മൾ ആ ഒരു പോസ്റ്റിലേക്ക് നമ്മൾ എടുത്തു കഴിയുമ്പോഴാണ് ജോലി ഇതാണെന്നും ജോലിയുള്ള ഇന്നത്തെ കാര്യങ്ങളാണെന്ന് പറയുമ്പോൾ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ അന്നേരം പറ്റുമോ? നമ്മൾ ഇത്രയും നമ്മൾ പറഞ്ഞില്ല, ഇപ്പൊ പോസ്റ്റ് തന്നെ പറഞ്ഞില്ല ആ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്. ഇത്രയും പോസ്റ്റ് ഒക്കെ ആക്കിയിട്ട് നമ്മളൊരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നടത്തുമ്പോൾ നമ്മൾ എന്താ, ആ ജോലിയുടെ വിവരങ്ങള്, ജോലിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങള്, ഇതെല്ലാം എന്ത് ചെയ്യണം, ഇൻഫോം ചെയ്യണം. അതാണ് പറയുന്നത് ടൈപ്പ് ഓഫ്. ഏത് തരത്തിലുള്ള ജോലിയാണ്, അതിന്റെ വിവരങ്ങള്, നിർദ്ദേശങ്ങള്, ഇതെല്ലാം ഇൻഫോം ചെയ്യണം. അതായത് ജോലിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് പറയണം. ഇതാണ് കേട്ടോ അത് പറയുന്നത് ടൈപ്പ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? ടു ദി ഇൻഡിവിജ്വൽ ഹു ഷുഡ് ബി ഇൻഫോംഡ് അബൌട്ട് ദ ജോബ് വേക്കൻസിനെ കുറിച്ച് ഇൻഫോം ചെയ്യുന്ന, അറിയിക്കുന്ന ആളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ടൈപ്പ് ഓഫ് കോണ്ടാക്ട്. അദ്ദേഹം എന്ത് ചെയ്യണം? ജോബിന്റെ നിർദ്ദേശങ്ങള്, ജോബിന്റെ വിവരങ്ങള്, ഇതെല്ലാം ഇൻഫോം ചെയ്യണം. ക്ലിയർ ആയോ? അത് ഐഡന്റിഫൈയിങ്. അപ്പൊ ഒന്നാമത്തെ റിക്രൂട്ട്മെന്റ് പ്ലാനിങ് ആണ്. റിക്രൂട്ട്മെന്റ് പ്ലാനിങ്ങില് രണ്ട് കാര്യം പറയുന്നത്. ഒന്നാമത്തെ എന്താണ്, ആ ക്വാണ്ടിറ്റി നോക്കണം അല്ലെ, ക്വാണ്ടിറ്റി ഓഫ് ആപ്ലിക്കൻസിന്റെ ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസിന്റെ എണ്ണം വരുന്നുണ്ട്, അത് നമ്മൾ പ്ലാൻ ചെയ്യണം. ടൈപ്പ് ഓഫ്, ഏത് തരത്തിലുള്ള ജോലിയാണ്, അതിന്റെ നിർദ്ദേശങ്ങള്, ഇതെല്ലാം നമ്മൾ ഇൻഫോം ചെയ്യണം. ഇനി അടുത്തതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈ റിക്രൂട്ട്മെന്റ് സോഴ്സ്. റിക്രൂട്ട്മെന്റിന്റെ സോഴ്സ് എവിടെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഉണ്ടോ? Once the recruitment plan is finalized, ഒരു പ്രാവശ്യം ആ റിക്രൂട്ട്മെന്റ് പ്ലാൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നതാണ് കേട്ടോ, അത് ഫൈനൽ ആയി കഴിഞ്ഞാൽ എന്താണ്, റെപ്രസെന്റിംഗ് ദ നമ്പർ, the type of potential candidates. കണ്ടോ? അതായത് അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന എണ്ണവും പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ്സും അങ്ങനെ ആ റിക്രൂട്ട്മെന്റ് പ്ലാന്, ഇപ്പൊ ഇത്രയും ജോലിക്കാർ വേണം, അത് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചു. ആ ഒരു പൊസിഷനിലേക്ക് ഇത്ര എംപ്ലോയീസിനെ നമ്മൾ നിയമിക്കണം. അത് നമ്മൾ ഫൈനലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അല്ലേ, ദേ മസ്റ്റ് അട്രാക്റ്റഡ്. ഇനി അടുത്തത് എന്താ, അവരെ അട്രാക്ട് ചെയ്യണം, നമ്മുടെ ഒരു സ്ഥാപനത്തിലേക്ക് അവരെ അട്രാക്ട് ചെയ്യണം. ഓക്കെ, ദേ മസ്റ്റ് ബി അട്രാക്റ്റഡ് ഇൻ such a way that they offer themselves for employment. അല്ലെ, ആ തൊഴിലിന് വേണ്ടിയിട്ട് അവരെന്താണ് ഓഫർ കാര്യങ്ങൾ കൊടുക്കണം. അതായത് ആ എംപ്ലോയീസിനെ അങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യണം. ഏതൊക്കെ രീതിയിൽ നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും?
അല്ലെ? അവര് സ്വയമായിട്ട് ഞാൻ ജോലിക്ക് വരാം അല്ലെങ്കിൽ ജോലി എനിക്ക് വേണം എന്നുള്ളത് അവരെ നമ്മൾ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ എങ്ങനെ തരാം? സാലറി കൂട്ടി തരാന്ന് പറയാലോ, അല്ലേ? സാലറിയിൽ എല്ലാവരും വീഴൂലേ? ഇത്രയായിരുന്നു നമ്മൾ പബ്ലിഷ് ചെയ്തത് ഇത്ര രൂപ സാലറി എന്നാണ്, അല്ലെ? സാലറി കൂട്ടിത്തരാം, PF തരാം, ഗ്രാറ്റുവിറ്റി, ബോണസ്, അങ്ങനെയുള്ള കാര്യങ്ങള് നമ്മൾ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഓഫർ ചെയ്യുമ്പോൾ എംപ്ലോയി തന്നെ എന്ത് ചെയ്യും? അട്രാക്റ്റഡ് ആയിട്ട് ആ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കും. ശരിയല്ലേ? അതെ, അവിടെ നല്ല ബോണസ് ഒക്കെ ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ നല്ല PF ഉണ്ട്, അല്ലെങ്കിൽ നല്ല സാലറി ഉണ്ട്, അല്ലെ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട്, അല്ലെ, അങ്ങനെ വരുമ്പോൾ എംപ്ലോയീസ് അട്രാക്റ്റഡ് ആവും. ഓൾറെഡി അവർ അട്രാക്റ്റഡ് ആവും. അപ്പൊ എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യാനുള്ള ഈ റിക്രൂട്ട്മെന്റ് സോഴ്സുകൾ ഐഡന്റിഫൈ ചെയ്യുക. അതാണ് അടുത്തത് പറഞ്ഞേക്കുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇത്. എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യുന്നു ആ ഒരു സ്ഥാപനത്തിലേക്ക്. അപ്പൊ നമുക്ക് തോന്നൂലേ, അവിടെ ജോലി കിട്ടിയാൽ കൊള്ളായിരുന്നു, അല്ലെ? അവര് തന്നെ അട്രാക്റ്റഡ് ആയിട്ട് നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യാമെന്ന് അവർ തന്നെ പറയും. അതാണ് ഐഡന്റിഫൈയിങ് റിക്രൂട്ട്മെന്റ് സോഴ്സസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി മൂന്നാമത്തെയാണ് കോണ്ടാക്റ്റിംഗ് സോഴ്സസ്. മനസ്സിലാവുന്നുണ്ടോ? റിക്രൂട്ട്മെന്റ് പ്ലാനിങ്ങില് നമ്മൾ രണ്ട് കാര്യം പറഞ്ഞത്. എന്തൊക്കെ നമ്മൾ നോക്കണം പ്ലാൻ ചെയ്യുമ്പോൾ? നമ്മൾ ആ എംപ്ലോയീസിന്റെ എണ്ണം, അല്ലെ? ഇത്ര എംപ്ലോയീസ്, അത് ആ 10 എംപ്ലോയീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പേര് മാത്രം നോക്കിയാൽ പോരാ. നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് കാൻഡിഡേറ്റ്സിനെ ഉണ്ടാക്കണം. എങ്കിലാണ് അതിൽ കുറച്ച് പേര് ചിലപ്പോ ഇഷ്ടമല്ലാത്തതുകൊണ്ട്, അവിടെ സ്ഥാപനത്തിൽ നിൽക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട്, ചിലപ്പോ കുറച്ച് പേര് കമ്പനി പറയുന്ന സെലക്ഷൻ ക്രൈറ്റീരിയ പാലിക്കാത്തത് കൊണ്ടൊക്കെ അവിടെ നിന്ന് പോകാം, അല്ലെ? അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സിനെ ആ കറക്റ്റ് വേക്കൻസിയിലേക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് അത്രയും എന്താണ് ആപ്ലിക്കേഷൻസ് അല്ലെ അത്രയും ക്വാണ്ടിറ്റിയിൽ എന്ത് വേണം? ആ ഇൻഡിവിജ്വൽ കാൻഡിഡേറ്റ്സിനെ നമ്മൾ സെലക്ട് ചെയ്യണം. അതിനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കണം, അല്ലെ? ഒരു കൂട്ടം ആളുകളിൽ നിന്നാണ് നമ്മൾ അതിൽ 10 പേരെ സെലക്ട് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെയാണ് ടൈപ്പ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. ആ ടൈപ്പ് ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ ആരുമായിട്ട് ബന്ധപ്പെട്ട? ആ ജോലിയെ കുറിച്ച് ഇൻഫോം ചെയ്യുന്ന ആളുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹം എന്ത് ചെയ്യണം? ജോലിയുടെ വിവരങ്ങള്, ജോബ് സ്പെസിഫിക്കേഷൻസ്, ഇതെല്ലാം എന്ത് ചെയ്യണം? ഇൻഫോം ചെയ്യണം. കണ്ടോ? അതായത് ജോലിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഇൻഫോം ചെയ്യണം. ഓക്കെ, ഇനി അടുത്തതാണ് രണ്ടാമത്തെയാണ് ഐഡന്റിഫൈ റിക്രൂട്ട്മെന്റ് സോഴ്സസ് എന്ന് പറഞ്ഞത്. റിക്രൂട്ട്മെന്റ് സോഴ്സസ് അതായത് നമ്മുടെ ഇനി ആ സോഴ്സ് ആണ്. അതായത് എന്താണ്? അപ്പൊ എന്തൊക്കെ സോഴ്സ് ഉറവിടാണ്? അതായത് ആ എംപ്ലോയീസിനെ തന്നെ നമ്മൾ ആ ഓർഗനൈസേഷനിൽ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള സോഴ്സുകൾ. അതായത് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് സാലറി കൂട്ടിത്തരാം, PF ഉണ്ട്, ഗ്രാറ്റുവിറ്റി, അല്ലെങ്കിൽ നമുക്ക് അവിടെ എന്താ പറയാ ബോണസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കമ്പനി ഓഫർ ചെയ്യുമ്പോൾ എന്റെ എംപ്ലോയീസ് സ്വയം ആരും പറയാതെ തന്നെ എനിക്ക് അങ്ങോട്ടേ ജോലി കിട്ടിയ കൊള്ളാമായിരുന്നു എന്നൊരു തോന്നൽ അവർക്കുള്ളിൽ തന്നെ വരും, അല്ലെ? അപ്പൊ അവര് സ്വയം അട്രാക്റ്റഡ് ആയിട്ട് അവര് തന്നെ അല്ലെങ്കിൽ ആ കമ്പനിക്ക് വർക്ക് ചെയ്യാമെന്ന് അവര് തന്നെ പറയും. അതാണ് ആ സോഴ്സുകൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ആ കാൻഡിഡേറ്റ്സിനെ അട്രാക്ട് ചെയ്യുന്ന സോഴ്സ് കണ്ടോ? ലാസ്റ്റ് സെന്റൻസ് കണ്ടോ? അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. ഇറ്റ് ഈസ് എസെൻഷ്യൽ, ഇത് അത്യാവശ്യമാണ്. എന്തിനു വേണ്ടി? ടു ഐഡന്റിഫൈ ദ സോഴ്സസ് from which these candidates can be attracted. കണ്ടോ? ആ കാൻഡിഡേറ്റ്സ് അട്രാക്ട് ചെയ്യുന്ന സോഴ്സ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് അത്യാവശ്യമാണ്. രണ്ട് പോയിന്റ്സും ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെയാണ് കേട്ടോ. പ്രോസസ്സിലെ മൂന്നാമത്തെ സ്റ്റെപ്പാണ് കോണ്ടാക്ടിങ് സോഴ്സസ്. ഇനി കോണ്ടാക്ടിങ് സോഴ്സസ് ഏതൊക്കെ സോഴ്സിൽ നിന്ന് നമുക്ക് ഇനി എംപ്ലോയീസിനെ കിട്ടും? അതാണ് ഏതൊക്കെ സോഴ്സിൽ നിന്ന് എവിടെ നിന്ന് നമുക്ക് ഈ എംപ്ലോയീസിനെ കിട്ടും? അതാണ് കോണ്ടാക്ടിങ് സോഴ്സസ്. സോഴ്സുമായിട്ട് കോണ്ടാക്ട് ചെയ്യും. ഏതൊക്കെ ഉറവിടങ്ങളിൽ നിന്ന് നമുക്ക് എംപ്ലോയീസിനെ കിട്ടും? ആഫ്റ്റർ ദ ഫൈനൽ ഡിസിഷൻ അബൌട്ട് ദ സോഴ്സ് ഓഫ് സെലക്ടിങ് ദ പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ്സ്, the procedure of contacting the source is initiated. Underline ചെയ്തിട്ട് ഫസ്റ്റ് സെന്റൻസ്. അതായത് നമുക്ക് അതിന് പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ്സ് അല്ലെ, നമുക്ക് അതിന് യോഗ്യരായിട്ടുള്ള കാൻഡിഡേറ്റ്സ് അതിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഫൈനൽ ആയിട്ടുള്ള തീരുമാനം
അല്ലെ? ഫൈനൽ ഡിസിഷന് ശേഷം, ആഫ്റ്റർ എന്നാ പറഞ്ഞേക്കണം. അതുകൊണ്ട് ആഫ്റ്റർ ദ ഫൈനൽ ഡിസിഷൻ എന്തിനെ? about source of selecting the potential candidates. ആ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിന് യോഗ്യരായിട്ടുള്ള ആ വേക്കൻസി ഫില്ല് ചെയ്യാൻ കറക്റ്റ് യോഗ്യരായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്ന തിരഞ്ഞെടുക്കുന്നതിനുള്ള ഫൈനൽ ഡിസിഷന് ശേഷം ഈ സോഴ്സുമായി ബന്ധപ്പെടാനുള്ള നടപടി അതെങ്ങനെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാം, അത് ആരംഭിക്കും. The procedure of contacting the source is initiated. ആരംഭിക്കും. റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? It's a two-way process. അണ്ടർലൈൻ ചെയ്തിട്ടോ? റിക്രൂട്ട്മെന്റ് is a two-way process. റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് two-way process ആണ്. And they are mainly two parties. അവിടെ രണ്ട് പാർട്ടികളാ ഉള്ളത്. ആരൊക്കെയാ ഉള്ളത്? നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ആരൊക്കെയുണ്ട്? റിക്രൂട്ടർ ആൻഡ് റിക്രൂട്ടി. അണ്ട് ഇവര് ഉൾപ്പെടുന്ന ഒരു two-way പ്രോസസ് ആണ് റിക്രൂട്ട്മെന്റ്. റിക്രൂട്ടർ എന്ന് പറഞ്ഞ ആരാ? നിയമിക്കുന്ന ആളല്ലേ? എംപ്ലോയർ ആണ് അല്ലെ? നിയമിക്കുന്ന ആളാണ്. ആ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്ന ആള്, ആ ഒരു പൊസിഷനിലേക്ക് നിയമിക്കുന്ന ആള് റിക്രൂട്ടറും. ആൻഡ് പിന്നെ ആരാണ്? റിക്രൂട്ടി, കാൻഡിഡേറ്റ്സ് അല്ലെ? റിക്രൂട്ടി. അവര് തമ്മിലുള്ള two-way പ്രോസസ് ആണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോട്ടോ? ആരൊക്കെ തമ്മിലാണ്? റിക്രൂട്ടറും റിക്രൂട്ടിയും. Based on the information about the candidates, recruiter can select the candidates. കണ്ടോ അല്ലെ? എങ്ങനെ സെലക്ട് ചെയ്യുന്നേ? Based on the information about the candidate. കാൻഡിഡേറ്റ്സിനെ സംബന്ധിക്കുന്ന വിവരങ്ങള് അതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? റിക്രൂട്ടർ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യും അല്ലേ? ഇപ്പൊ നമ്മുടെ ബയോഡാറ്റ നമ്മൾ നോക്കും, നമ്മൾ ഇന്റർവ്യൂ നടത്തും. അപ്പൊ നമ്മുടെ വിവരങ്ങൾ നോക്കിയിട്ടല്ലേ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ, അത് നോക്കിയിട്ട് എന്ത് ചെയ്യുന്നു? ഈ റിക്രൂട്ടർ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യും. ഒന്ന് അണ്ടർലൈൻ ചെയ്ത സെന്റൻസ്. Based on the information about the candidates. കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ട് റിക്രൂട്ടർ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യും. അപ്പൊ അവിടെ ചോദിക്കാം, who select the candidates? ആരാണ്? റിക്രൂട്ടർ. Then similarly the റിക്രൂട്ടി ആട്ടോ. അവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ഒന്ന് നോക്കിയേ. റിക്രൂട്ടിങ്ങിലാണ് രണ്ടാമത്തത്. Similarly the recruitee, RECRUITEE ആണ് കേട്ടോ. അവിടെ ആറ് മാറ്റിയിട്ട് ഈ ആക്കാം. Recruitee on the basis of the information about the organization takes the decision to join the organization or apply somewhere else. അതുപോലെ തന്നെ ഈ റിക്രൂട്ടിക്ക് ആ കാൻഡിഡേറ്റ്സിന് എന്താണ്? അവിടെ ആ ഓർഗനൈസേഷൻ പറയുന്ന വിവരങ്ങളില്ലേ, ആ സ്ഥാപനത്തിൽ നിന്ന് ഇപ്പൊ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ നടത്തി നമ്മളോട് പറയുന്ന ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ട് അവർക്ക് തീരുമാനിക്കാം, ഡിസിഷൻ എടുക്കാം ആ ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യണോ. അതാരെ തീരുമാനിക്കുന്നത്? നമ്മളല്ലേ അല്ലെ? റിക്രൂട്ടി അല്ലേ തീരുമാനിക്കുന്നത്. Take the decision to join the organization. ആ ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യണോ അല്ലെ? ഓർഗനൈസേഷനിൽ ഇവിടെ നമുക്ക് നിൽക്കണോ, ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യണോ എന്നുള്ളത് നമ്മൾ തന്നെയാ തീരുമാനിക്കും. റിക്രൂട്ടിയാണ് തീരുമാനിക്കുന്നത്. ഓർ അപ്ലൈ അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് ഇനി അപ്ലൈ ചെയ്യണോ എന്ന് നമുക്ക് തീരുമാനിക്കാം അല്ലെ? നിങ്ങൾക്ക് ഇപ്പൊ വല്ല ഇന്റർവ്യൂവിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യത്തെ സ്ഥലത്ത് തന്നെ ജോയിൻ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? നമുക്ക് തീരുമാനിക്കാൻ പാടില്ലേ? അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോ നമുക്ക് പറ്റൂല. ചിലപ്പോ ട്രാവലിംഗ് ഒക്കെ ചിലപ്പോൾ കൂടുതലായിരിക്കും, ചിലപ്പോ നമുക്ക് അവിടെ അവർ പറയുന്ന സാലറി കുറവായിരിക്കും, വർക്ക് ലോഡ് ചിലപ്പോൾ കൂടുതലായിരിക്കും. അങ്ങനെയൊക്കെ പറയുമ്പോ ചിലപ്പോ നമുക്ക് എന്താ, നമുക്കത് ബില്ലിംഗ് അല്ല, നമുക്ക് താല്പര്യം നമുക്ക് ഡിസിഷൻ എടുക്കാം. ആരും നിർബന്ധിക്കുന്ന കാര്യമല്ല അല്ലെ? ആർക്ക് ഡിസിഷൻ എടുക്കാം? ആ റിക്രൂട്ടിക്ക് ആ ഓർഗനൈസേഷനിൽ ചേരണോ അതോ ഇനി വേറെ എല്ലായിടത്തും അപ്ലൈ ചെയ്യണോ എന്ന് തീരുമാനിക്കാം, ഡിസിഷൻ എടുക്കാം. അണ്ടർലൈൻ ചെയ്തോട്ടോ ആ സെന്റൻസ് ആർക്കാണെന്ന്. അപ്പൊ സെലക്ട് ചെയ്യുന്നത് റിക്രൂട്ടറും ആ സ്ഥാപനത്തിൽ നിൽക്കണോ എന്നുള്ള തീരുമാനം എടുക്കുന്നത് റിക്രൂട്ടീവാണ് അവിടെ. Hence, the organization must choose which information is to be shared with the candidates, especially in the case of external sources. അപ്പൊ അതുകൊണ്ട് ഓർഗനൈസേഷന് ചൂസ് ചെയ്യാം അല്ലെ, ഏതൊക്കെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യണം, കാൻഡിഡേറ്റ്സിനോട് ഏതൊക്കെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യണം അല്ലെ, അവർക്ക് ഓർഗനൈസേഷൻ ചൂസ് ചെയ്യാം. എസ്പെഷ്യലി പ്രത്യേകിച്ചും ഏത് കാര്യത്തില്?
എക്സ്റ്റേണൽ സോഴ്സിന്റെ കാര്യത്തില് എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ ഉള്ളിൽ നിന്നല്ല അല്ലെ, എവിടെ ഓർഗനൈസേഷന് പുറത്തു നിന്നല്ലേ, സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ജോബ് ഫെയർ റിക്രൂട്ട്മെന്റ് ഏജൻസി ഒക്കെ വഴിയാണ്. അപ്പൊ അങ്ങനെ സ്ഥാപനത്തിന്റെ പുറത്തു നിന്ന് ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ആ ഒരു സ്ഥാപനത്തിന് തീരുമാനിക്കാം എന്തൊക്കെ വിവരങ്ങൾ ഷെയർ ചെയ്യണം. ശരിയല്ലേ? അപ്പൊ അവര് കൊടുക്കുന്ന ഇൻഫർമേഷൻ ബേസ് ചെയ്തിട്ടല്ലേ നമ്മൾ അവിടെ കാൻഡിഡേറ്റ്സ് നിൽക്കണോന്ന് തീരുമാനിക്കണേ അല്ലേ? ഇപ്പൊ നമ്മള് സാലറി ഒക്കെ ഭയങ്കര വർക്ക് ലോഡാ, സാലറി കുറച്ചേ പറഞ്ഞോളൂ. അപ്പൊ അങ്ങനെ പറയുമ്പോ ആരും അവിടെ നിൽക്കാൻ തയ്യാറാവില്ല. അപ്പൊ ഓർഗനൈസേഷൻ അതനുസരിച്ച് അവർക്ക് തീരുമാനിക്കാൻ പറ്റുമെന്ന്. അത് സ്ഥാപനത്തിനുള്ളിലുള്ള ആളുകളാണെങ്കിൽ ചിലപ്പോൾ അവരൊന്നും മിണ്ടൂലായിരിക്കും. പക്ഷെ എക്സ്റ്റേണൽ സോഴ്സ് ആണ് ആണോ, എസ്പെഷ്യലി പ്രത്യേകിച്ച് എക്സ്റ്റേണൽ സോഴ്സിന്റെ കാര്യത്തില് അല്ലെങ്കിൽ പുറമേ നിന്ന് കമ്പനിക്ക് പുറമേ നിന്ന് ഇങ്ങനെയുള്ള സോഴ്സിൽ നിന്ന് കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ ആ ഓർഗനൈസേഷൻ തന്നെ ചൂസ് ചെയ്യാം. എന്തൊക്കെ ഇൻഫർമേഷൻസ് പറയണം, കാൻഡിഡേറ്റ്സിനോട് ഷെയർ ചെയ്യണം. എന്താ അങ്ങനെ? അതായത് നമ്മൾ കൊടുക്കുന്ന ഓർഗനൈസേഷൻ കൊടുക്കണ ഇൻഫർമേഷൻ ബേസ് ചെയ്തിട്ടല്ലേ കാൻഡിഡേറ്റ്സ് അവിടെ നിൽക്കണോന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ക്ലിയർ ആയോ ദ കോണ്ടാക്ടിങ് സോഴ്സസ്? ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടെ ആ ലാസ്റ്റ് സെന്റൻസ് കൂടി. ഹെൻസ് ദ ഓർഗനൈസേഷൻ മസ്റ്റ് ചൂസ് വിച്ച് ദ ഇൻഫർമേഷൻ ടു ബി ഷെയർഡ് വിത്ത് ദ കാൻഡിഡേറ്റ്സ്, especially in the case of external sources. ഇനി അടുത്തതാണ് ആപ്ലിക്കേഷൻ പൂൾ എന്ന് പറയുന്നത്. എന്താണ് ആപ്ലിക്കേഷൻ പൂള്? പൂൾ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞ ഗ്രൂപ്പാണ് കേട്ടോ, ഒരു കൂട്ടാണ്, ആപ്ലിക്കേഷൻസിന്റെ കൂട്ടാണ്. The final aim is to attract more and more candidates as to maintain flexibility in selection, no matter what method of the recruitment is used. അപ്പൊ ഈ റിക്രൂട്ട്മെന്റിന്റെ ഒരു ഫൈനൽ എയിം എന്ന് പറഞ്ഞെന്താ? കൂടുതൽ കാൻഡിഡേറ്റ്സിനെ അട്രാക്ട് ചെയ്യുക അല്ലെ. അതായത് കൂടുതൽ, ഇപ്പൊ നമുക്ക് 10 വേക്കൻസി ആണ് ഉള്ളതെങ്കിൽ നമ്മളൊരു 100 പേരെങ്കിലും അട്രാക്ട് ചെയ്യണം അല്ലെ. എന്നാലല്ലേ നമുക്ക് എന്തിനു വേണ്ടിയാ ആ സെലക്ഷനിൽ ഒരു ഫ്ലെക്സിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ, ഫ്ലെക്സിബിൾ ആവാൻ വേണ്ടിയിട്ട്, കൂടുതൽ വഴവഴക്കമുള്ളതാവാൻ വേണ്ടിയിട്ട്. അതായത് എന്താ, ഈസി ആവാൻ. അതല്ലേ നമ്മൾ ആദ്യം പറഞ്ഞേ. ഇപ്പൊ ഒരു 100 പേരുണ്ട് കേട്ടോ, 100 പേരുണ്ട്, എനിക്ക് അതിൽ 10 എംപ്ലോയീസിന് ഞാൻ സെലക്ട് ചെയ്യുള്ളൂ. എനിക്ക് എളുപ്പല്ലേ സെലക്ഷനിലെ ഫ്ലെക്സിബിലിറ്റി? എളുപ്പല്ലേ അല്ലേ? അപ്പൊ എനിക്ക് നല്ല ആ 100 പേരിൽ നിന്ന് എനിക്ക് 10 പേരെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളവരെ ഞാൻ സെലക്ട് ചെയ്യുന്നത് അല്ലെ. അല്ലാതെ ആകെ 10 പേര് വന്നു 10 പേരെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതത്ര നല്ല ഇതല്ല. ചിലപ്പോ അതിന്റെ ഉള്ളില് ചിലപ്പോ നമുക്ക് ആ കറക്റ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവര് അല്ലെങ്കിൽ എബിലിറ്റി ഇല്ലാത്തവരെ ചിലപ്പോ എനിക്ക് ആ പോസ്റ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടി മാത്രം നിയമിക്കേണ്ടി വരും അല്ലെ. കൂടുതൽ കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല ഒരു റിക്രൂട്ട്മെന്റ് നമുക്ക് നടത്താൻ പറ്റുള്ളൂ അല്ലെ. ഏത് റിക്രൂട്ട്മെന്റ്, അതിപ്പോ റിക്രൂട്ട്മെന്റ് മെത്തേഡ് എങ്ങനെ ആയിക്കോട്ടെ, അതാ പറഞ്ഞേക്കോ. നോ മാറ്റർ വാട്ട് മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ് ഈസ് യൂസ്ഡ്. റിക്രൂട്ട്മെന്റിന് ഏതൊരു മെത്തേഡ് നമ്മൾ ഉപയോഗിച്ചാലും പ്രധാന എയിം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ അതായത് ആ വേക്കൻസിനേക്കാൾ കൂടുതൽ കാൻഡിഡേറ്റ്സിനെ അട്രാക്ട് ചെയ്യുക. അണ്ടർലൈൻ ചെയ്തോട്ടെ അത്. ഫൈനൽ എയിം ടു അട്രാക്ട് മോർ ആൻഡ് മോർ കാൻഡിഡേറ്റ്സ്. എന്തിനു വേണ്ടിയാ? സോ ആസ് ടു മെയിൻറ്റെയിൻ ഫ്ലെക്സിബിലിറ്റി ഇൻ സെലക്ഷൻ. ആ സെലക്ഷനിൽ ഫ്ലെക്സിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ. അവിടെ ഏത് മെത്തേഡാണ് നമുക്ക് ഉപയോഗിക്കണമെന്നൊന്നും വലിയ പ്രധാനമില്ല. The organization start receiving application from potential candidates as soon as the source of recruitment is contacted. Okay, the organization start or organization start receiving application from potential, which is യോഗ്യതരായിട്ടുള്ള candidates, അല്ലേ? As soon as the source of recruitment are contacted. പല സോഴ്സുമായിട്ട് നമ്മൾ ആ ഒരു ഓർഗനൈസേഷൻ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് അല്ലെ, അതിന്റെ അപേക്ഷകളാണ് റിസീവ് ചെയ്യുന്നത്. ശരിയല്ലേ? ഓർഗനൈസേഷൻ ആർ റിസീവിംഗ് ആപ്ലിക്കേഷൻ ഫ്രം പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ്സ്. അങ്ങനെയുള്ളവരല്ലേ റിസീവ് ചെയ്യുള്ളൂ. ഒരു 50 ആപ്ലിക്കേഷൻ ഉണ്ടാവില്ല. ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഏറ്റവും യോഗ്യരായിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ ആപ്ലിക്കേഷൻ ഫോം ആണ് അല്ലെ, ആപ്ലിക്കേഷൻസ് ആണ് റിസീവ് ചെയ്യുന്നത്. Organization start receiving application from ആർക്കടെയാണ്? Potential candidates as soon as the source of recruitment are contacted. ഒരു റിക്രൂട്ട്മെന്റ് സോഴ്സ് നമ്മൾ പറയുമ്പോൾ അതിൽ ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള യോഗ്യതയുള്ള കാൻഡിഡേറ്റ്സിന്റെ എന്താ പറയാ ആപ്ലിക്കേഷൻ ആണ് റിസീവ് ചെയ്യുന്നത്. The type of organization അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ അവിടെ.
The type of organization, ഓർഗനൈസേഷന്റെ തരം, ഏത് തരമാണ്, കൈൻഡ് ഓഫ് ജോബ്, ജോലിയുടെ തരം, and the condition in specific human resource. Condition in specific human resource എന്ന് പറഞ്ഞാൽ മാർക്കറ്റിലുള്ള എംപ്ലോയീസിന്റെ അവൈലബിലിറ്റി ആണോ, എത്രത്തോളം എംപ്ലോയീസ് മാർക്കറ്റിൽ ഉണ്ട് ഇതാണ്. ആ ഒരു ഇത് പഠിച്ചത്, അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള എത്രത്തോളം എംപ്ലോയീസ് പുറമേ ഉണ്ട്, മാർക്കറ്റിലുണ്ട്. അതാണ് കണ്ടീഷൻ ഇൻ സ്പെസിഫിക് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. മാർക്കറ്റിലുള്ള എംപ്ലോയീസിന്റെ അവൈലബിലിറ്റി. Human resource market determine the number of application. ഇതാണ് ആപ്ലിക്കേഷന്റെ എണ്ണം നിശ്ചയിക്കുന്നത്. ഏതൊക്കെയാണ് എന്നിവ ആപ്ലിക്കേഷൻസിന്റെ എണ്ണം നിശ്ചയിക്കുന്നത്. ഏതൊക്കെ കാര്യങ്ങളാ? ഏതാണ്? ഓർഗനൈസേഷന്റെ ടൈപ്പ്, ജോലിയുടെ തരം, കണ്ടീഷൻ ഇൻ സ്പെസിഫിക് ഹ്യൂമൻ റിസോഴ്സ് മാർക്കറ്റ്, ഡിറ്റർമിൻ ദ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ്. അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചു. അതാണ് ആപ്ലിക്കേഷൻ കോൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങള് ഈ നമ്മുടെ ആപ്ലിക്കേഷൻസിന്റെ എണ്ണം നിർണ്ണയിക്കുന്നതാണ്. ഓർഗനൈസേഷന്റെ തരം അനുസരിച്ച് നമുക്ക് ആപ്ലിക്കേഷൻസിന്റെ എണ്ണം നമുക്ക് നോക്കാം. ജോലിയുടെ തരം, ചിലപ്പോ ചില ജോലിക്ക് ആളുകൾ അധികം അപ്ലൈ ചെയ്യാൻ വില്ലിങ് ആവില്ല, ഹൈ റിസ്ക് പിടിച്ച ജോലിയൊക്കെ ആണെങ്കിൽ അല്ലേ, അതാണ് ജോലിയുടെ തലവും. പിന്നെ അതുകൊണ്ട് മാർക്കറ്റിൽ അവർക്ക് അവൈലബിൾ കുറെ ആളുകള് ആ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആ ജോലിക്ക് ആപ്റ്റ് ആയിട്ടുള്ള ആളുകൾ അവൈലബിൾ ആണെങ്കിൽ അവരെല്ലാവരും അങ്ങോട്ടേക്ക് ആപ്ലിക്കേഷൻസ് കൊടുക്കും അല്ലെ. ഇതെല്ലാം ആപ്ലിക്കൻസിന്റെ എണ്ണത്തെ നിർണ്ണയിക്കുന്ന കാര്യങ്ങളാണ്. 3 അണ്ടർലൈൻ ചെയ്ത് വെച്ച അവിടെ. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത് വെച്ചോ 3 കാര്യങ്ങൾ. ഓർഗനൈസേഷന്റെ തരം, kind of job, the condition in specific human resources. Okay, underline ചെയ്തോ ശരത്, സൗമ്യ, സരിക, ഗോകുല്. Okay, yes. Next നോക്കിയേ സെലക്ഷൻ പ്രോസസ്. ഇത് എന്താണ് ഒരു സെലക്ഷൻ എന്ന് പറഞ്ഞാൽ? The process of classifying applicants in order to hear those who are more competent for a job is called selection. Underline ചെയ്ത് വെച്ചോട്ടെ, അതുപോലെ തന്നെ ചോദിക്കും. ആ പ്രോസസ് അങ്ങനെ തന്നെ ചോദിക്കും. is called dash എന്ന് ചോദിക്കും. എന്താ ജോലി, the process of class ആപ്ലിക്കൻസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുക, തരം തിരിക്കുകയാണ് അല്ലെ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? in order to hear those who are more competent, ഏറ്റവും കഴിവുള്ളവർ ആരാ ആ ജോലിക്ക്, അതാണ് അവര് എന്താ പറയാ സെലക്ട് ചെയ്യുന്നതിനെയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ജോലിയിൽ ഏറ്റവും കഴിവുള്ളവരെ നിയമിക്കുന്നതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആപ്ലിക്കേഷൻസിനെ തരംതിരിക്കുന്ന പ്രക്രിയയാണ് സെലക്ഷൻ. കിട്ടിയോ? എന്താ സെലക്ഷൻ കിട്ടിയോ? അതെ, സെലക്ഷൻ എന്ന് പറഞ്ഞ ആപ്ലിക്കൻസിനെ ക്ലാസിഫൈ ചെയ്യുക. എന്തിനു വേണ്ടി? എന്തിനെ തരംതിരിക്കണേ? അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളവര് കിട്ടാൻ. ഓക്കെ, ഐഷിക്ക് മാത്രമാണ് പിടി കിട്ടിയോളൂ. ഓക്കെ. എന്താ പറഞ്ഞേക്കുന്നേ? നമുക്ക് ജോലിയിൽ കൂടുതൽ കഴിവുള്ളവരെയാണ് നമുക്ക് വേണ്ടത് അല്ലെ. ഒത്തിരി കഴിവുള്ളവരെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ആപ്ലിക്കേഷൻസിന് പറഞ്ഞിരിക്കുന്നു. അതാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ചോദിക്കാട്ടോ, ദ പ്രോസസ് ഓഫ് ക്ലാസിഫൈങ് ആപ്ലിക്കൻസ് ഇൻ ഓർഡർ ടു ക്ലാസിഫൈ ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്തിനാ? നമ്മൾ നല്ല ആളെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് സെലക്ഷൻ. സെലക്ഷൻ പ്രോസസ് റിക്വയർസ് എക്സ്ട്രീംലി സ്പെഷ്യലൈസ്ഡ് ടെക്നിക്. ഇനി സെലക്ഷൻ പ്രോസസ്സിൽ എന്ത് വേണം? സ്പെഷ്യലൈസ്ഡ് ടെക്നിക്സ് വേണം. റിക്വയർസ് എക്സ്ട്രീംലി specialized techniques. എന്തൊക്കെയാ? Thus the selection process involves expert employees who are proficient in using selection test, conducting interview, etc. അത് ചോദിക്കൂ കേട്ടോ. അതായത് സെലക്ഷൻ പ്രോസസ്സിൽ ആരാണ് വേണ്ടത്? എക്സ്പേർട്ട് ആയിട്ടുള്ള എംപ്ലോയീസ് വേണം അല്ലെ. ഇപ്പൊ ഒരാളെ നമ്മള് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാനായിട്ട് അതിന് എക്സ്പേർട്ട് ആയിട്ടുള്ള എംപ്ലോയീസ് വേണ്ടേ? അവരോട് പാകത്തിന് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ച് എല്ലാം ഇപ്പൊ നോക്കി ഓക്കെ ആക്കി സെലക്ട് ചെയ്യാൻ അതെന്താ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ വേണം. നമുക്കറിയാം ഇന്റർവ്യൂവിന് ഇരിക്കുന്നത് സാധാരണ ഒരു എംപ്ലോയിനെ കൊണ്ടുപോകുന്ന ഇന്റർവ്യൂവിന് ഇരുത്തോ? അവിടെ സെലക്ഷൻ പ്രോസസ്സിലാണ് അതിൽ ഇരുത്തോ? അതിൽ ഏറ്റവും ഹെഡ് ആയിട്ട് മാനേജർമാരോ അല്ലെ, അതിൽ ഏറ്റവും ഹെഡ് ആയിട്ടുള്ളവര് നല്ല എക്സ്പേർട്ട് എംപ്ലോയീസിനെ അല്ലേ അവിടെ ഇരുത്തുള്ളൂ അല്ലെ. അവർക്ക് എന്ത് വേണം എന്നാ പറഞ്ഞേക്കണേ? എന്ത് വേണം? Who are the expert employees who are proficient in using selection test. കണ്ടോ, സെലക്ഷൻ ടെസ്റ്റ് നടത്തുന്നതിന് കൂടുതൽ പ്രൊഫിഷ്യന്റ് ആയിട്ടുള്ളവര്,
കണ്ടക്ടിങ് ഇന്റർവ്യൂ നടത്തുന്നതിന് ഒക്കെ നല്ല വിദഗ്ധരായിട്ടുള്ള എക്സ്പേർട്ട് എംപ്ലോയി വേണം ഇതില് സെലക്ഷൻ പ്രോസസ്സിൽ ഉൾപ്പെടാൻ. അല്ലെങ്കിൽ അവരെയാണ് ഉൾപ്പെടുത്തുന്നത്. അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ സെന്റൻസ് സെലക്ഷൻ പ്രോസസ് ഇൻവോൾവ്സ് എക്സ്പേർട്ട് എംപ്ലോയീസ്. അതിന് എന്തിനുള്ള കഴിവ് വേണം എംപ്ലോയീസിന്? അതിനുള്ള സ്കില്ല് വേണം അല്ലേ ശരത്തെ? അതിനുള്ള കഴിവ് വേണ്ടേ? നമുക്ക് ഒരു അറിവുമില്ല, അതേക്കുറിച്ച് ഒരു അറിവില്ല. അങ്ങനെ ഒരാളെ നമുക്ക് ആ സെലക്ഷൻ പ്രോസസ്സിൽ ഇരുത്താൻ പറ്റുമോ? അവർക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നല്ല അറിവുണ്ടെങ്കിൽ മാത്രല്ലേ നല്ല കാൻഡിഡേറ്റ്സിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അവർക്ക് എന്താ സെലക്ഷൻ ടെസ്റ്റ് ഉപയോഗിക്കാനുള്ള പ്രാവീണ്യം വേണം. ഉണ്ടോ? സെലക്ഷൻ ടെസ്റ്റുകൾ ഉപയോഗിക്കുന്നതിനും അതുപോലെ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നതിനുമുള്ള അങ്ങനെ എക്സ്പേർട്ട് എംപ്ലോയീസ് ആയിരിക്കണം. അണ്ടർലൈൻ ചെയ്തു അല്ലെ? നെക്സ്റ്റ് ആണ് ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ. ഈ ഇവാലുവേഷൻ അപ്പൊ എല്ലാത്തിലും തന്നെ ഒരു കോമൺ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ. അത് നമ്മുടെ 6ാമത്തെ സ്റ്റെപ്പാ കൊടുത്തേക്കണേ കണ്ടോ, ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത്. It is necessary to enhance the efficiency of recruitment attempt in future. അല്ലെ? ഫ്യൂച്ചറിലേക്ക് നമ്മൾ ആ റിക്രൂട്ട്മെന്റ് അറ്റംപ്റ്റ് അതിന്റെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇവാലുവേഷൻ വേണം. ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ വേണം അല്ലെ? നമ്മൾ ലാസ്റ്റ് എന്താ പറയാ അതിനെയൊക്കെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഫോൾട്ട് വന്നോ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഇതിൽ നമുക്ക് ഇംപ്രൂവ്മെന്റ് വരുത്തണ്ടേ അല്ലെ? ഫ്യൂച്ചറിലേക്ക് കൂടിയാണ് നമ്മൾ ആ ഇവാലുവേഷൻ ചെയ്യുന്നത് അല്ലെ? ഇപ്പൊ പ്രസന്റിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഫോൾട്ടോ ഒരു ചെറിയ എന്തെങ്കിലും വന്നാൽ ഫ്യൂച്ചറിലേക്ക് നമുക്ക് അത് കറക്റ്റ് ചെയ്യാൻ പറ്റൂലേ? അത് കുറച്ചും കൂടി ഇംപ്രൂവ്മെന്റ് വരുത്താൻ പറ്റും അല്ലെ? അപ്പൊ എന്താണ് എൻഹാൻസ് ചെയ്യാന്ന് വെച്ചാൽ മെച്ചപ്പെടുത്തുക. എന്തിനു വേണ്ടി? എന്ത് മെച്ചപ്പെടുത്താൻ? ദി എഫിഷ്യൻസി ഓഫ് റിക്രൂട്ട്മെന്റ് അറ്റംപ്റ്റ്. കണ്ടോ, ആ റിക്രൂട്ട്മെന്റ് അറ്റംപ്റ്റിന്റെ എഫിഷ്യൻസി കാര്യക്ഷമത മെച്ചപ്പെടുത്താൻ ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ വേണം. ക്ലിയർ ആയോ സെന്റൻസ്? അണ്ടർലൈൻ ചെയ്തിട്ടേ അല്ലേ? അടുത്ത് നോക്കിയേ, it should be kept in mind that recruitment is an expensive process. അപ്പൊ എന്ത് വേണം നമുക്ക്? എന്ത് മൈൻഡിൽ നമ്മൾ വെക്കണം? റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞൊരു എക്സ്പെൻസീവ് പ്രോസസ് ആണെന്നുള്ളത് കാര്യം നമ്മുടെ ഓർമ്മയിൽ വേണം. ഇൻവോൾവിംഗ് കോസ്റ്റ് സച്ചാസ് എന്തൊക്കെ കോസ്റ്റാ വരുന്നത്? റിക്രൂട്ട്മെന്റിന് ഉൾപ്പെടുന്ന കോസ്റ്റ് ഏതൊക്കെയാ? റിക്രൂട്ടേഴ്സ് സാലറി. ആ റിക്രൂട്ട് ചെയ്യാനിരിക്കുന്നവര് റിക്രൂട്ടറിന് സാലറി കൊടുക്കണ്ടേ? വെറുതെ അവര് വന്നിരിക്കോ ഒരു സേവനമായിട്ട് അല്ലെ? അവര് ഒരു ദിവസം ഇത്ര പേരെ ഇന്റർവ്യൂ ചെയ്താൽ അവർക്ക് എന്താ പറയാ ആ സാലറി ഇത്ര എമൗണ്ട് കൊടുക്കണ്ടേ? പൈസ കൊടുക്കണ്ടേ അവർക്ക് അല്ലെ? റിക്രൂട്ടേഴ്സിന്റെ സാലറി, അഡ്വർടൈസിങ് കോസ്റ്റ്, അഡ്വർടൈസ്മെന്റ് കൊടുക്കണ്ടേ? ഇന്ന ദിവസം ഈ ഒഴിവിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട് എന്ന് പരസ്യം കൊടുക്കണം. എന്നാലാണ് അത് കണ്ടിട്ട് കാൻഡിഡേറ്റ്സ് വരുള്ളൂ അല്ലെ? അഡ്വർടൈസിങ്ങിന് വരുന്ന കോസ്റ്റ് ഉണ്ട്, മാനേജറിന്റെ സാലറി ആൻഡ് വേരിയസ് അതർ കോസ്റ്റ്. ഇതൊക്കെ റിക്രൂട്ട്മെന്റ് കോസ്റ്റിൽ വരുന്ന കാര്യം കേട്ടോ. അപ്പൊ അണ്ടർലൈൻ ചെയ്തിട്ടോ. Recruiter salary, advertising cost, manager salary, and various other costs. It is thus necessary to evaluate the process of recruitment. And അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അത്യാവശ്യമാണ് നമുക്ക് എന്താ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ്. അതുകൊണ്ട് തന്നെ വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ്. എന്തുകൊണ്ടാ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസീവ് പ്രോസസ് ആണ് അല്ലെ? റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് എന്താ? ഒരു എക്സ്പെൻസീവ് പ്രോസസ് ആണ്, വളരെ ചിലവേറിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് എന്താ റിക്രൂട്ടറിന് സാലറി കൊടുക്കണം, അഡ്വർടൈസിങ്ങിനൊക്കെ കോസ്റ്റ് ആകും, മാനേജറിന് സാലറി, ഇങ്ങനെ കുറെ ചെലവ് വന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യണം? റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം, വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇനി നെക്സ്റ്റ് ആണ് സോഴ്സസ് കേട്ടോ. റിക്രൂട്ട്മെന്റിന്റെ സോഴ്സ് എവിടെയാ? 2 തരത്തിലുള്ള സോഴ്സ് ആണ് പറയുന്നത്. ഇന്റേണൽ സോഴ്സസ് ഉണ്ട്, എക്സ്റ്റേണൽ സോഴ്സസ് ഉണ്ട്. സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് ഏതൊക്കെ? 2 സോഴ്സ് ഏതാ? നമുക്ക് ഈ റിക്രൂട്ട് ചെയ്യാൻ ആളുകളെ കിട്ടണ്ടേ അല്ലെ? കാൻഡിഡേറ്റ്സ് വേണ്ടേ? അവരെവിടെ നിന്നൊക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്? 2 കാര്യമാണ്. ഇന്റേണൽ സോഴ്സും ഉണ്ട്, എക്സ്റ്റേണൽ സോഴ്സും ഉണ്ട്. ഇന്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്നായിരിക്കും അവർ നിയമിക്കുന്നത്? ഇന്റേണൽ ആണ്, സ്ഥാപനത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ. കണ്ടോ, ഉള്ളിൽ നിന്ന് തന്നെയാണ് ആ ജോബ് പോസ്റ്റിലേക്ക് നിയമിക്കുന്നത്. അപ്പൊ നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാം, അവിടെ ഉയർന്ന ഒരു പോസ്റ്റിലേക്ക് ഒരു വേക്കൻസി വന്നു. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ആ സ്ഥാപനത്തിൽ ചിലപ്പോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവില്ലേ അല്ലെ? കുറെ വർഷങ്ങൾ സീനിയോറിറ്റി ഉള്ളവരെ ചിലപ്പോ ആ പോസ്റ്റിലേക്ക് എടുത്തിടും
അതാണ് ഇന്റേണൽ സോഴ്സസ്. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ പുറമേ നിന്ന് കേട്ടോ, പുറമേ നിന്ന് അവർ സെലക്ട് ചെയ്യാണ്. ഓക്കെ, സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് ആർ ദ മീൻസ് ഓഫ് സെലക്ടിങ് ദ കാൻഡിഡേറ്റ്സ് ഫോർ ദ പ്രോസസ് ഓഫ് റിക്രൂട്ട്മെന്റ്. എന്താ, ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന് വേണ്ടിയിട്ട് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നത്, അതാണ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടെ. ആ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന് ആയിട്ട് കാൻഡിഡേറ്റ്സിന് തിരഞ്ഞെടുക്കുന്നതിനുള്ള മാർഗമാണ് കേട്ടോ. സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് ആർ ദ മീൻസ് ഓഫ് സെലക്ടിങ് ദ കാൻഡിഡേറ്റ്സ് ഫോർ ദ പ്രോസസ് ഓഫ് റിക്രൂട്ട്മെന്റ്. അപ്പൊ അങ്ങനെ ചോദിച്ചാൽ എഴുതാലോ, ദ മീൻസ് ഓഫ് സെലക്ടിങ് ദ കാൻഡിഡേറ്റ്സ്. അത് തന്നെ അറിയാം നമുക്ക് അല്ലെ. പ്രോസസ് ഓഫ് റിക്രൂട്ട്മെന്റിന് വേണ്ടി കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നത്, അതാണ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഡാഷ് ആർ ദ മീൻസ് ഓഫ്, അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാം, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. Through the source of recruitment, one get to know about the availability of the number of suitable candidates. അല്ലെ, ത്രൂ ദ റിക്രൂട്ട്മെന്റ് സോഴ്സിലൂടെ നമുക്ക് അറിയാൻ പറ്റും അല്ലെ. One to know about availability of the number of suitable candidates. അതിന് നമുക്ക് അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ നമുക്ക് അറിയാൻ പറ്റും റിക്രൂട്ട്മെന്റ് സോഴ്സിലൂടെ. കണ്ടോ, നമുക്ക് എത്ര അവൈലബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് അല്ലെ, നമ്പർ ഓഫ് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സ് നമുക്ക് അറിയാൻ പറ്റും. When the recruitment plan demonstrating the number and the type of prospective candidates is finalized. Prospective എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന കാൻഡിഡേറ്റ്സ് അല്ലോ. ഡെമോൺസ്ട്രേറ്റിംഗ് എന്ന് പറഞ്ഞാൽ വിശദീകരിക്കുക. When the recruitment plan demonstrating എന്താ കാണിക്കുന്നത്, the number and the type of prospective വരാനിരിക്കുന്ന candidates is finalized, then the recruitment source are. അപ്പൊ അങ്ങനെയുള്ള റിക്രൂട്ട്മെന്റ് സോഴ്സുകളാണ് എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടോ. When the recruitment plan demonstrating the number and the type of prospective candidates finalize ആകുമ്പോൾ then the recruitment അങ്ങനെയുള്ള റിക്രൂട്ട്മെന്റ് സോഴ്സ് കൺസിഡർ ചെയ്യുന്നു. Thus make it necessary to identify recruitment source from which these candidates can be attracted. നമ്മൾ പറഞ്ഞ കാര്യമാണ് അല്ലേ. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമാണ് അല്ലേ. അതായത് നമുക്ക് എന്താ പറയാ, അതുകൊണ്ട് നമുക്ക് ഇത് അത്യാവശ്യമാണ്. എന്താ, ഐഡന്റിഫൈ റിക്രൂട്ട്മെന്റ് സോഴ്സ്. ആ കാൻഡിഡേറ്റ്സിനെ അട്രാക്ട് ചെയ്യുന്ന റിക്രൂട്ട്മെന്റ് സോഴ്സ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് വളരെയധികം അത്യാവശ്യമാണ്. This make it necessary to identify the recruitment sources from which these candidates ആ കാൻഡിഡേറ്റ്സ് അട്രാക്ട് ചെയ്യുന്ന അല്ലെ, എന്തൊക്കെയിലാണ് അവർ അട്രാക്റ്റഡ് ആകണത്, ആ സോഴ്സ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ള അത്യാവശ്യമാണ്. There are two main sources of recruitment. രണ്ട് തരത്തിലുള്ള സോഴ്സുകളാണ്. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, ഏതൊക്കെയാണ് രണ്ട് തരത്തിലുള്ള റിക്രൂട്ട്മെന്റ് സോഴ്സസ്? ഇന്റേണൽ സോഴ്സസ് ആൻഡ് എക്സ്റ്റേണൽ സോഴ്സസ്. കിട്ടിയോ? ഏതൊക്കെയാ? ഇന്റേണൽ സോഴ്സും ഉണ്ട്, എക്സ്റ്റേണൽ സോഴ്സും ഉണ്ട്. അപ്പൊ ഈ രീതിയിലൊക്കെ നമുക്ക് എന്താ അവര് എന്താ റിക്രൂട്ട് ചെയ്യാം. ഒന്നുകിൽ സ്ഥാപനത്തിന്റെ ഉള്ളിൽ നിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്യാം ഒരു പൊസിഷനിലേക്ക്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആണ് അല്ലെ, പുറമേ നിന്ന് നമുക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യാം. അത് ഏതൊക്കെയാണെന്ന് കൂടി ഒന്ന് നോക്കിയിട്ട് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഏതൊക്കെയാണ് ഇന്റേണൽ സോഴ്സിൽ വരുന്നത്? ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻ. ഡീറ്റെയിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് അവിടെ ചോദിക്കാം എക്സാമില് ഇന്റേണൽ സോഴ്സിൽ ഉൾപ്പെടുന്നത് ഏതെന്ന്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഏതാ ഇന്റേണൽ സോഴ്സിൽ വരുന്നത്? ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻ. കേട്ടിട്ടില്ലേ? രണ്ട് ഫെമിലിയർ ആയിട്ടുള്ള കാര്യല്ലേ. ഞാൻ ട്രാൻസ്ഫർ ആയി, എനിക്ക് പ്രൊമോഷൻ ആയിട്ടോ, എന്നിട്ട് കേൾക്കാനല്ലേ. ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻ, ജോബ് പോസ്റ്റിംഗ്, എംപ്ലോയി റെഫറൻസ്, ഫോർമർ എംപ്ലോയി, പ്രീവിയസ് ആപ്ലിക്കൻസ്. ജസ്റ്റ് പേര് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ, ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കിയാൽ മതി. ഇതൊക്കെ ഇന്റേണൽ സോഴ്സിൽ വരുന്നതാണ്. ദെൻ എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് ഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്, ഇൻഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്, തേർഡ് പാർട്ടി മെത്തേഡ്സ് ഉണ്ട്. ഏതാണെന്ന് മാത്രം ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. സോഴ്സസ് ഇന്റേണൽ സോഴ്സിൽ വരുന്ന ഏത്, എക്സ്റ്റേണൽ സോഴ്സിൽ വരുന്നത് ഏത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഫസ്റ്റ് സെന്റൻസ് അവിടെ അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. പിന്നെ നമ്മൾ പറഞ്ഞൊരു സെന്റൻസ്, when the recruitment plan demonstrating the number and the type of prospective candidates is finalized. ഫൈനൽ ആകുമ്പോൾ, അതായത് നമ്മൾ അതിന് സാധ്യതയുള്ള അല്ലെങ്കിൽ യോഗ്യതരായിട്ടുള്ള കാൻഡിഡേറ്റ്സിലെ അവർക്കുടെ കറക്റ്റ് എണ്ണം വന്നു, എണ്ണവും അതിന്റെ തലവും കാണിക്കുന്ന റിക്രൂട്ട്മെന്റ് പ്ലാന് ഫൈനൽ ആകുമ്പോൾ അതാണ് ആ
റിക്രൂട്ട്മെന്റ് സോഴ്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അതാ പറഞ്ഞത് കണ്ടോ. Then the recruitment sources are considered. അപ്പോഴാണ് ആ റിക്രൂട്ട്മെന്റ് സോഴ്സ് ഇത് കറക്റ്റ് എണ്ണമായി, ആ കറക്റ്റ് ടൈപ്പുമായി, നമ്പർ ആൻഡ് ടൈപ്പ് കണ്ടോ, കറക്റ്റ് ക്വാളിഫിക്കേഷൻ ഉള്ള കറക്റ്റ് എണ്ണം ആളുകൾ ഫൈനൽ ആയി കഴിഞ്ഞു. അതായത് ആ റിക്രൂട്ട്മെന്റ് പ്ലാന് ഫൈനലായി. Then റിക്രൂട്ട്മെന്റ്, ആ റിക്രൂട്ട്മെന്റ് സോഴ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താ അത്യാവശ്യമാണ്? Thus make it necessary to identify the recruitment sources from which these candidates, ഏതാണ് ആ സോഴ്സ്, കാൻഡിഡേറ്റ്സ് അട്രാക്ട് ചെയ്യുന്ന റിക്രൂട്ട്മെന്റ് സോഴ്സ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. രണ്ട് തരത്തിലുള്ള സോഴ്സ് പറയുന്നുണ്ട്. ഇന്റേണൽ സോഴ്സും ഉണ്ട്, എക്സ്റ്റേണൽ സോഴ്സും ഉണ്ട്. ഇന്റേണൽ സോഴ്സ് വരുന്നത് ഏതാ? ട്രാൻസ്ഫർ, പ്രൊമോഷൻ, ജോബ് പോസ്റ്റിംഗ്, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. എംപ്ലോയിയുടെ റെഫറൻസ് ഉണ്ട്, ഫോർമൽ മുന്നുള്ള എംപ്ലോയീസ്, ഫോർമർ എംപ്ലോയീസ്, പ്രീവിയസ് മുന്നുള്ള അപേക്ഷകര്, പ്രീവിയസ് ആപ്ലിക്കൻസ്. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡ്, തേർഡ് പാർട്ടി മെത്തേഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് വായിച്ചു വെക്കണം കേട്ടോ. ഇന്ന് തന്നെ വായിക്കണം. അത് എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്, നിർബന്ധമായിട്ടുള്ളതാണ്. ഇനി നമ്മൾ അടുത്ത ആഴ്ചയെ കാണുള്ളൂ. ഇന്ന് അടച്ചു വെച്ച് അടുത്ത ആഴ്ച തുറന്നു കഴിഞ്ഞാൽ ഒന്നും നിങ്ങൾക്ക് പിടികിട്ടണമെന്നില്ല കേട്ടോ. അപ്പൊ അതാണ് ഇന്ന് തന്നെ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെച്ച കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ വായിക്കാം. അപ്പൊ പിന്നെ എക്സാം എളുപ്പമായിരിക്കും. അന്ന് നമ്മൾ അധികം ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഇന്നൊരു കുഞ്ഞു കാര്യം ബുദ്ധിമുട്ടാൻ പറയണേ. 5 മിനിറ്റത്തെ കാര്യമല്ലേ ഉള്ളൂ, 5-10 മിനിറ്റ് മതി ഇന്നെടുത്ത് അത്രയൊന്ന് വായിക്കാം. ഒരു ക്ലാസ്സേ ഉള്ളൂ, ഒരു ക്ലാസ്സേ നിങ്ങൾക്ക് ഉള്ളൂ. അപ്പൊ 1 മണിക്കൂർ എടുക്കുന്നത് ഇന്ന് തന്നെ വായിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, ബൈ. നെക്സ്റ്റ് ക്ലാസ് കാണാം. താങ്ക് യു.